എല്ലാവർക്കും നമസ്കാരം. സ്വദേശി സയൻസ് മൂവ്മെന്റും സിവിലിയൻസും ചേർന്നൊരുക്കുന്ന ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗിന്റെ 14ാമത് എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാനീയ വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അസോസിയേഷൻ ഫോർ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസ്, ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള, എനർജി കൺസർവേഷൻ സൊസൈറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്, IEEE പവർ ആൻഡ് എനർജി സൊസൈറ്റി, സൊസൈറ്റി ഓഫ് എനർജി എഞ്ചിനീയേഴ്സ് ആൻഡ് മാനേജേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പരിശീലനം നൽകുന്ന സെന്റേഴ്സ് ഇലക്ട്രിക്കൽ എന്നിവയുടെ സഹകരണത്തോടുകൂടി സിവിലിയൻസ് നടത്തി വരാറുള്ള വെബിനാർ സീരീസ് ആണ് ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷാ പരിശീലന രംഗത്തെ മികച്ച സ്ഥാപനമായ സിവിലിയൻസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാമിൽ സയൻസും എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ചയാകാറുള്ളത്. സമകാലിക പ്രസക്തിയുള്ള ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേദി ഒരുക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് എഞ്ചിനീയറിംഗ്, സയൻസ് വിഷയങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അവസരമാണ്. നമ്മുടെ ഇന്നത്തെ സെഷന്റെ ടോപ്പിക് സോളാർ എനർജി, റൂഫ് ടോപ്പ്, ഗ്രൗണ്ട് മൗണ്ടഡ്, ഓഫ് ഓൺ ഗ്രിഡ് വിത്ത് ബാറ്ററി മാനേജ്മെന്റ് എന്നതാണ്. ഇന്നത്തെ ഈ സെഷനിൽ എത്തിച്ചേർന്ന ആദരണീയരായ നമ്മുടെ മുഖ്യ അതിഥികളെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് അസോസിയേഷൻ ഫോർ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസിന്റെ അധ്യക്ഷയായ, നാറ്റ്പാക്കിന്റെ ഫോർമർ ഡയറക്ടറും സിവിലിയൻസിന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറുമായ ഡോക്ടർ BG ശ്രീദേവി മാം ആണ്. സിവിലിയൻസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നമുക്ക് പിന്തുണയേകുന്ന ശ്രീദേവി മാമിനെ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗ് എന്ന നമ്മുടെ വെബിനാർ സെഷൻ ഉദ്ഘാടനം ചെയ്യാനിരുന്നത് ബഹുമാന്യനായ വൈദ്യുതി മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവർകളാണ്. ചില തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. KSEBയുടെ റിന്യൂവബിൾ എനർജി ആൻഡ് എനർജി സേവിങ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായ എഞ്ചിനീയർ R സുകു സർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. KSEB സൗര പ്രൊജക്ടിന്റെ പ്രതിനിധിയായ എഞ്ചിനീയർ നൌഷാദ് S സർ ആണ് ഇന്നത്തെ ടെക്നിക്കൽ ടോക്ക് നടത്തുന്നത്. സോളാർ എനർജിയുടെ അനന്ത സാധ്യതകളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി ഇന്നത്തെ വെബിനാറിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന നൌഷാദ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്വദേശി സയൻസ് മൂവ്മെന്റിലെ എഞ്ചിനീയർ മനോജ് ഗോപാലപിള്ളൈ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം സയൻസ് ഇന്ത്യ ഫോറം ഖത്തറിന്റെ ഫോർമർ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരളയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയ എഞ്ചിനീയർ ബിനു ബേബി സർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം നിലവിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ പ്രതിനിധിയായി ഡോക്ടർ B അനിൽ സർ ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ആയിരുന്ന അനിൽ സാറിനെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനർജി കൺസർവേഷൻ സൊസൈറ്റിയുടെ അധ്യക്ഷനായ ഡോക്ടർ K സോമൻ സർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും വിനയപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന്റെ സീനിയർ മെമ്പറും നിലവിൽ തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഹെഡും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ബോബി ഫിലിപ്പ് സർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാമിൽ ഫെലിസിറ്റേഷൻസ് നേരുന്നതിനായി സൊസൈറ്റി ഓഫ് എനർജി എഞ്ചിനീയേഴ്സ് ആൻഡ് മാനേജേഴ്സ് ചെയർമാനായ ഡോക്ടർ E മുഹമ്മദ് ഷരീഫ് സർ നമ്മോടൊപ്പം എത്തിച്ചേരുന്നതായിരിക്കും. അദ്ദേഹം പെർമനന്റ് ലോക് അദാലത്ത് ഫോർ പബ്ലിക് യൂട്ടിലിറ്റീസ് മെമ്പറും KSEB ഫോർമർ ചീഫ് എഞ്ചിനീയറുമാണ്. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ കൃതജ്ഞത അർപ്പിക്കുന്നത് സിവിലിയൻസിന്റെ ജനറൽ മാനേജർ ആയിട്ടുള്ള രേവിത് CK ആണ്. അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹത്തോടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സിവിലിയൻസിന്റെ പേരിൽ നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല നിമിഷങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി അധ്യക്ഷ ഭാഷണത്തിനായി അസോസിയേഷൻ ഫോർ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസിന്റെ അധ്യക്ഷയായ, നാറ്റ്പാക്കിന്റെ ഫോർമർ ഡയറക്ടറും സിവിലിയൻസിന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറുമായ ഡോക്ടർ BG ശ്രീദേവി മാമിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. So, good evening to all. Most respected Minister of Electricity, Engineer R Suku, Engineer Noushad, Engineer Manoj, Engineer Binu, Dr. Anil, Dr. Soman, Dr. Bobby Philip, engineers of Civilianz Academy, and my dear fellow engineers who are attending this program. First of all,
Let me place on record my congratulations to the office bearers of Civilianz Academy. As already in the welcome speech, she has said that Civilianz Academy has been regularly conducting the session, Let Us Talk Engineering, on topics which are very relevant and very current to the modern society. So, and right now we are conducting the 14th episode of Let's Talk Engineering. So regarding today's topic, we all know that this is the most relevant topic to the present day situation. Conservation of petroleum products as well as electrical energy produced from water and coal are the need of the hour. The country is actually moving towards wider use of non-conventional energy, and we have advanced very much in this area. Kerala also, we are advanced very much in this area. Even the foremost user of petroleum fuel, that is the KSRTC, is also moving towards conservation. So and use of other sources of energy. Today, actually, we are going to hear about the use of solar energy. Without my telling you, all of you know that its various potentials and opportunities for, we have to hear from the engineer Noushad of KSEB Limited, and who I have heard many presentations from him, and it is the most inevitable person who can talk about this topic, I'm sure. And I'm sure that, like our earlier sessions, today's presentation also will be highly useful to the engineers who are present here and who are attending this program. And I'm telling that engineer Noushad will give you a wonderful presentation and with a lot of information, and will definitely respond to our queries on this topic. So with this, I am winding up my talk, and once again I congratulate Civilianz for arranging today's session, and we wish you all the best for a very informative session. Thank you. Thank you so much, ma'am. KSEBയുടെ റിന്യൂവബിൾ എനർജി ആൻഡ് എനർജി സേവിങ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായ എഞ്ചിനീയർ ആർ സുക്കു സർ നമ്മോട് സംവദിക്കുന്നതായിരിക്കും. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആഗോളതാപനമാണ്, കാലാവസ്ഥാ വ്യതിയാനം. അതിൻ്റെ ഭീകരത വരുന്ന ഓരോ ദിവസവും നമ്മളെല്ലാം ലോകമെല്ലാം അനുഭവിക്കാൻ പോകുന്നു. എന്താണ് ഇതിന് കാരണം? എന്താ അതിൻ്റെ ഒരു പഠനം നടത്തുന്ന കാണുന്ന ഒരു കാര്യം, ഇപ്പോഴുള്ള കാർബൺ എമിഷൻ്റെ മുഖ്യ ഘടകങ്ങൾ ഒന്ന് പവർ സെക്ടറാണ്, വൈദ്യുതി മേഖലയാണ്. രണ്ടാം സ്ഥാനം റോഡ് വാഹനങ്ങൾ എന്നാണ്. ദിനം പ്രതി നമ്മുടെ വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചു വരുന്നു, കൂടി വരുന്നു. വൈദ്യുതിക്ക് പകരം വേറെ ഒന്നുമില്ല. ഇപ്പോഴത്തെ വൈദ്യുതി ഉൽപ്പാദനം കൂടുതലും താപനിലകളെ ആശ്രയിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കാർബൺ എമിഷൻ കൂടി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ലോകത്താകമാനം ഇത്തരത്തിലുള്ള താപനിലകളിൽ വരുന്ന കാർബൺ എമിഷൻ കാലാവസ്ഥയെ വലുതായി ബാധിക്കുന്നു. എന്താണ് ഇന്ത്യയിലെ അവസ്ഥ? ഇന്ത്യയിൽ തന്നെ 726 മെട്രിക് ടൺ കാർബൺ ഡയോക്സൈഡാണ് ഓരോ വർഷവും ഇവിടുത്തെ താപനിലത്ത് വരുന്നത്. നമുക്ക് ഇത്രയും വലിയ സുഭിക്ഷ വരുന്ന മറ്റൊരു മേഖലയില്ല. നമുക്ക് ദിനം പ്രതി വൈദ്യുതി ആവശ്യം കൂടി വരുന്നു. എന്താണ് പരിഹാരം?
ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം എന്താ? റോഡ് വഴിയുള്ള വാഹനം വഴിയുള്ള സേഫ്റ്റി മിഷനാണ്. കാർബൺ എമിഷൻ്റെ രണ്ടാമത്തെ ഒരു മേഖല വാഹനങ്ങളാണ്. അവിടെ നിന്ന് വരുന്ന സേഫ്റ്റി മിഷൻ പ്രതിവർഷം 262 മെട്രിക് ടണ്ണാണ്. ഇവിടെ ഈ രണ്ട് വിഷയം ഒന്ന് ചർച്ച ചെയ്യാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പവർ സെക്ടർ. എന്താണ് അതിന് പരിഹാരം? ഇപ്പോഴുള്ള ഫോസിൽ ഫ്യൂൽസ് പകരം പാരമ്പര്യ ഊർജ്ജത്തിലേക്ക് പോകണം, സോളാർ വിൻഡിലേക്ക് പോകണം. ഇതാണ് ഒരു പരിഹാരം. അവിടെയുള്ള ഒരു പരിമിതി സോളാർ പവർ അല്ലെ ആരി പവർ, അതെല്ലാം തന്നെ ഇൻഫേമർ ആണ്. അത് പവറിന് സ്ഥിരതയില്ല, ഫേമല്ല. അതാണ് അതിനൊരു മുഖ്യമായ വിഷയം. ഇവിടെയാണ് നമ്മൾ കാണേണ്ട ഒരു സാങ്കേതിക വിഷയം. നമ്മുടെ ഫേം പവറിനോടൊപ്പം ഒരു നിശ്ചിത അളവ് മാത്രമേ സോളാർ പവർ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ആഡ് ചെയ്യാൻ കഴിയുന്ന കേരളത്തിൻ്റെ ഒരു ശേഷി നമ്മൾ കണ്ടെത്തിയത് 1000 മെഗാവാട്ടാണ്. ഇപ്പോഴത്തെ നമ്മുടെ സ്ഥാപന ശേഷി ഇന്നലത്തെ നോക്കുമ്പോൾ അത് 717 മെഗാവാട്ടാണ്. 717 മെഗാവാട്ടാണ്. നോക്കൂ, 1.5 വർഷം മുൻപ് കേരളത്തിൻ്റെ സ്ഥാപന ശേഷി 304 മെഗാവാട്ടായിരുന്നു. 304 മെഗാവാട്ടായിരുന്നു. എന്ന് മുതലാണ് സോളാർ കേരളത്തിൽ ആരംഭിച്ച മുതൽ മെയ് 2021 വരെ ഉള്ള സ്ഥാപിത ശേഷി 304 മെഗാവാട്ടായിരുന്നു. ഇപ്പോൾ എത്ര? 717 മെഗാവാട്ടായി. അതായത് 413 മെഗാവാട്ടിൻ്റെ വർധനമാണ് 1.5 വർഷം ഉണ്ടായത്. അതായത് 131 സ്ഥാപനമാണ് വർധനമുണ്ടായത്. ഈ നേട്ടം എങ്ങനെയാണ് കൈവരിച്ചത്? അത് നിങ്ങൾക്കെല്ലാം അറിയാൻ നിങ്ങളുടെ ചർച്ചയിലെല്ലാം കടന്നു വരട്ടെ. ഈ നിലയിൽ കേരളം ഇന്ത്യക്കാകെ മാതൃകയാകൊണ്ട് സോളാർ മേഖല ഒരു മുന്നേറ്റം ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞവരെ ഫേം പവറും ഇൻഫേം പവറും, നമ്മുടെ ഫേം പവറിനോടൊപ്പം ആടെ വന്നതിൻ്റെ ശേഷി അടുത്തേക്ക് നമ്മൾ പോകുന്നു. എന്താണ് പരിഹാരം? അവിടെയാണ് സ്റ്റോറേജ് എന്ന കാര്യം നമ്മൾ കാണുന്നത്. ബൾക്ക് എനർജി സ്റ്റോറേജ് സിസ്റ്റത്തേക്ക് പോകണം. നമ്മുടെ ചർച്ച വളരെ കൂടുതൽ ചർച്ച ചെയ്ത് പോവാം. സമയപരിധി പോലും ഞാൻ കൊണ്ടുപോകുന്നില്ല. രണ്ടാമത്തൊരു വിഷയം ഞാൻ പറഞ്ഞെന്താണ്? റോഡ് വഴിയുള്ള വാഹന വഴിയുള്ള കാർബൺ എമിഷനാണ്. അതിൻ്റെ പരിഹാരം ലോകത്തിൽ അതിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ 55,000 ഇലക്ട്രിക് വാഹനങ്ങൾ വന്നു കഴിഞ്ഞു. അത് തന്നെ 6,000 കാറുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ എങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വാഹനം പ്രതിവർഷം ഉള്ള വാഹനങ്ങളുടെ എണ്ണം ആടിപ്പെടുന്ന പെട്രോൾ വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയും അതിന് പകരമായി EV അല്ല ഹൈഡ്രജനിലേക്ക് മാറുമ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു ഘടകമായ റോഡ് വഴിയുള്ള വാഹനം വഴിയുള്ളത് കുറയ്ക്കാൻ കഴിയും. ഞാൻ എൻ്റെ മക്കൾ ചുരുക്കി വരാം. ഞാൻ പറഞ്ഞൊരു കാര്യം, ആഗോളതാപനത്തിൻ്റെ ഒരു ഘടകം പവർ സെക്ടർ. അവിടേക്ക് വരാവുന്നൊരു മേഖല പാരമ്പര്യ ഊർജ്ജം അല്ലെ സോളാർ പവർ. അതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതി എങ്ങനെ മുറിക്കാം? അതിനാണ് സ്റ്റോറേജ് സിസ്റ്റം വരണം, അല്ലെ ഇലക്ട്രിക് വാഹനങ്ങൾ വരണം. ഈ രണ്ട് വഴിയും വാഹനങ്ങൾ കടന്നു വരുമ്പോഴേ ഒരു കാറ് ഒരു വീട്ടിലുള്ളപ്പോൾ കാറ് ഒരു പവർ ഹൗസാണ്. കാറിലുള്ള ചാർജ് ആ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ നമ്മുടെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ആ നിലയിൽ ആറി പവർ വരിക, അത് സ്റ്റോർ ചെയ്യുക, EVയിലേക്ക് മാറുക. ഇങ്ങനെ വരുമ്പോൾ
വരുന്ന ഓരോ വർഷം കൊണ്ടും ആടിപ്പണത് ഷീറ്റിനുള്ള അളവ് കുറച്ച് വരാനും ഷീറ്റ് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. എന്തായാലും വെച്ചെന്താ അടുത്ത തലമുറയ്ക്കായി നമ്മുടെ നാടിനെ നൽകാൻ കഴിയും. നിങ്ങളെല്ലാം യുവാക്കളാണ്, അടുത്തൊരു തലമുറ നമ്മൾ കാണാൻ പോവുക, നിങ്ങളുടെ മക്കൾ ഇവിടേക്ക് വരാൻ പോവുക. ഇങ്ങനെ ഒരു അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം, അവർക്ക് വേണ്ടി മണ്ണ് ഒക്കെ മാറ്റി കൊടുക്കണം. അങ്ങനെ ചെയ്യാനുള്ള വഴി എന്താ? ഇപ്പോൾ തന്നെ ചർച്ചയുടെ ഒരു മുഖ്യമായ വിഷയം ആഗോളതാപന, നമ്മുടെ ഗ്ലോബൽ വാർമിങ്, അങ്ങനെയുള്ള ചർച്ചയും ഒരു തീരുമാനം വളർന്നു വരികയും നിങ്ങളെ കഴിയുന്ന നിലയിൽ വൈദ്യുതി മേഖലയിലേക്കും റോഡ് മേഖലയിലേക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ നിലയിലുള്ള ചർച്ചയും സംഭവം വളർന്നു വരികയും ജനങ്ങളെ എത്തുകയും ചെയ്യണം. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കാം. ഇത്രമാത്രം ഞാൻ പറയുന്നു. ഒന്ന്, ആഗോളതാപനം, അതിൻ്റെ ചർച്ചകൾ ലോകത്തെല്ലാം നടന്നു വരുന്നു. അതിൻ്റെ ഒരു ഭീകരത വരും തലമുറ അനുഭവിക്കാൻ പോകുന്നു. അവിടേക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ചർച്ച വളർന്ന് ആത്മാർത്ഥ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. നമ്മളെല്ലാവരും കാത്തിരുന്ന ടെക്നിക്കൽ ടോക്കിനുള്ള സമയമാണ് ഇനി. സോളാർ എനർജി, റൂഫ് ടോപ്പ്, ഗ്രൗണ്ട് മൗണ്ടഡ്, ഓഫ് ഓൺ ഗ്രിഡ് വിത്ത് ബാറ്ററി മാനേജ്മെന്റ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ടാതിഥിയായ KSEB സൗര പ്രൊജക്ടിന്റെ പ്രതിനിധി എഞ്ചിനീയർ നൌഷാദ് S സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് നൌഷാദ് എന്നാണ്. സോ ഐ ആം വർക്കിംഗ് ഇൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, വൈദ്യുതി ഭവന്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ്, വിച്ച് യു ക്യാൻ സീ ഫ്രം ദ സ്ക്രീൻ. സോ ലെറ്റ് us talk എഞ്ചിനീയറിംഗ്. അതിൻ്റെ കൂടെ തന്നെ ലെറ്റ് us walk together, neither one step ahead nor one step behind. ഇവിടെ ഏറ്റവും സമകാല പ്രധാനമായ ഒരു സബ്ജക്റ്റാണ്. യു ക്യാൻ സീ ഫ്രം ദ വെരി നെയിം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. അവിടെ തന്നെ വി ഹാവ് ഹൈലൈറ്റഡ് ദ word electricity in green. You can very well see KSEB in the icon. There is a symbol which has been changed recently from white to green to emphasize the importance and stress given by KSEB in the subject matter. So today, let us have the subject solar. Let us bifurcate it as rooftop as well as ground mounted, which you know that it will be available during the daytime. Idine firm power aakkan vendi, which I will detail you in brief, how the battery management systems or battery energy storage system can be supplemented or supported. So Kerala State Electricity Board ആണ് ഇവിടെ ഒരു ലൈസൻസി, the sole licensee which is under the state government. Transmission, distribution as well as the generation being is under the state utility itself. മറ്റ് എല്ലാ ഡിസ്കോംസും പ്രൈവറ്റ് ആയി എക്സിസ്റ്റ് ചെയ്യുമ്പോൾ we are proud to say that KSEB is still under government. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ, ഹൗ മച്ച് വി ക്യാൻ ഹാർവസ്റ്റ് റിന്യൂവബിൾ എനർജി ഫ്രം അവർ സ്റ്റേറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ദ പൊട്ടൻഷ്യൽ. ആൻഡ് ഹൗ മച്ച് വി ഹാവ് അച്ചീവ്ഡ് സോ ഫാർ. ആൻഡ് വാട്ട് ഈസ് ദ ടാർഗറ്റ് എഹെഡ്. റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ ലെറ്റ് മീ ബ്രീഫ് ഇറ്റ് ആസ് സോളാർ ആസ് വൺ വെർട്ടിക്കൽ, wind as second vertical, hydro as the other one. SHP stands for small hydro power, coming under 25 megawatt capacity. Others means solar and wind
put together. We have hybrid system. Now, in addition to the solar and wind, we have hydrogen fuel cells. So all others comes with a figure. So let me declare you that as per MNRE, Ministry of New and Renewable Energy, and central government in liaison with the state government, they have identified total 6,150 megawatt capacity under solar head. Under wind, there is a potential. This is not to be achieved within 1 day or 1 month or 1 year. There is a potential which we have to have a time frame method to harvest it. So wind concern, the potential is 1,700 megawatt. Hydro, as of now, we have not included because we are concentrating on small hydro projects, which figures more or less 650 megawatt. Others, as I said, hybrid, hydrogen, and all put together 100 megawatt. So far, if you see, under solar, we have added 707 megawatt. This is rooftop, ground mounted, floating solar, PM KUSUM and other schemes, etc., all coming under solar. Wind, we could add only 62.5 megawatt capacity. Small hydro, 266 has already been added up. Others has just started only 5 because hydrogen and all others has yet to come. When the potential comes around 8,600 megawatt, the total achievement as on day bubble up to 1045. What we are targeting is, in a 5-year span, we have to add 3,000 megawatt capacity into the system. Idile electricity board, UNERT and EMC. Renewable energy കുറിച്ച് പറയുമ്പോൾ state government in 3 different platforms, which KSEB comes under the utility or the DISCOM. Next is UNERT, which is the government utility, which is the implementing agencies. And EMC stands for Energy Management Center. All put together, we have achieved. We have put 2008 megawatt as solar, 319 as wind. Hydro will be adding a 140. Small hydro projects will be 518. Others will be coming to 15, and total which will be rounded up to 3,000 megawatt. Now, let me say certain facts which most of us don't know. As far as floating solar is concerned, in Kerala state, Banasura Sagar Reservoir is the very first floating solar, dam floating solar in the country. This is an innovative floating solar plant project which we have started up with a 500 kilowatt in Banasura Sagar Reservoir, Wayanad Jillayilana, which was amounting at that time for 9.25 crores. Adinte ONM for 2 years and then AMC 5 years. It is still running as such in good condition and producing electricity. E project, it was being executed by Messrs. AdTech Systems Limited, and it was commissioned in 2019 in service. Another information which you are seeing in the screen is dam top solar. This is the very first dam top solar in the world. So renewable energy രംഗത്ത് floating solarുമായിട്ട് അനുബന്ധമായി, once on the dam we have constructed a solar project which will be renowned and has been appreciated by central government as well as MNRE projects, being the very first in the world. Now, for solar alone, because our subject is solar,
Let me have a detailed scenario about the solar, how we are bifurcating and segregating and planning, and those projects in pipeline which we are planning to complete in an year-wise manner. As I rightly said before, 6,150 is the potential in the state. അതിൽ 493 rooftop achieve ചെയ്തു. Then others put together, we have almost reached 707 so far. ഇതിന്റെ vertical, you have rooftop under domestic. We have rooftop under government and commercial. In addition to the rooftop plants, we have ground-mounted solar plants. Then we have floating solar plant. It is with and without BESS means floating solar can be arranged without a battery management system. And floating solar can be designed with a battery management system or battery energy storage system. So we have already designed a 10 megawatt / 20 megawatt hour floating solar plant in 220 kV substation Mailati as a pilot project, and it is on now. PM Kusum, again, it is a project by the central government which is ground mounted. We have tendered and the work has been started. So under this head, 22-23, we are planning 150 megawatt under rooftop, 50 megawatt under rooftop government, 7 megawatt under ground mounted, 2 under floating, and PM Kusum 31 megawatt. In the next 23-24, 100 each in rooftop domestic and rooftop government, ground mounted 10 megawatt, floating with or without bus figuring to 100 megawatt, and PM Kusum ground mounted central scheme to a capacity of 35. So I am just reading on. You can just verify the figure, how we are making the pipeline, or we are making a particular target in 24-25, 25-26, and 26-27. So in brief, we are planning or targeting a capacity of 2008 megawatt under solar scenario alone. When we talk about solar, it is not complete. In fact, you know that wind is also one among the renewable energy which is having a potential, as I rightly said before, 1,700 megawatt. Here, for the wind, what is our target? As said before, 1,700 is the total potential which has been allocated to us. Achievement so far 62.5 only. Actually, in fact, this is a little bit in the less bit because Palakkad, Kanjikode, and that area only we are having lot of wind farms and potential. So in 22-23, it is having a short time. We are planning for 6 megawatt. 23-24, 35.5 megawatt. 24-25, 100 megawatt. 25-26, 65, and 26-27, 50, ending up a potential of 319 by the end of 5th year. Now, let me concentrate on the solar plant with a subsidy. Purapura Saurorja Nilayam. Central government is giving a subsidy of 40% for the rooftop plant with a capacity of 3 kilowatt. From 3 kilowatt to 10 kilowatt, Kendra government is giving a subsidy of 20%. Above 10 kilowatt, there is no subsidy declared at present. Now, KSEB has taken this as a prestigious project. And we have launched a particular portal called eKiran. eKiran portal is a fully tracking management portal right from the application or the expression of interest by the consumer, survey by the developer, installation by the developer, material procurement, testing, commissioning, grid connection, net meter connectivity, everything can be traced time by time.
action by action in this portal, which we are proud to have such a portal. And this is being integrated with another one in the section office, which is, most of you will be knowing that it is called Orumanet. In Kerala, we have 767 section officers throughout, 25 circle officers in electrical wing. So each section office is having this Orumanet accessibility, which we have all your database. This database is linked with our eKiran portal of Soura. Whenever somebody registers, ആരെങ്കിലും ഒരു expression of interest നൽകുകയാണ് എങ്കിൽ, with an intention to establish a plan, this will be automatically linked with the Orumanet, and each section officers and all the officers who is concerned will be having the information. ഇത് ഒരു ഡിഫറെന്റ് പ്ലാറ്റ്ഫോം ഉള്ള പോർട്ടലാണ്. കൺസ്യൂമറിന് അക്സസിബിലിറ്റി ഉണ്ട്, നമ്മൾ സോളാർ പ്ലാന്റ് വെക്കാൻ ഏൽപ്പിക്കുന്ന ഡെവലപ്പേഴ്സിന് അക്സസിബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്കോമിലുള്ള എല്ലാ ഓഫീസേഴ്സും സെക്ഷനിലും അക്സസിബിലിറ്റി ഉണ്ട്. ഇതിന്റെ ഒരു രജിസ്ട്രേഷന്റെ ഒരു സ്മോൾ വീഡിയോ ജസ്റ്റ് ഇതൊന്ന് വാച്ച് ചെയ്യുക. ഇതാണ് അതിന്റെ പോർട്ടലിന്റെ ഫ്രണ്ട്. ഇത് ദർ ഇസ് എ കൺസ്യൂമർ ലോഗിൻ. യു ക്ലിക്ക് ഗൂഗിളിൽ ഇKiran ടൈപ്പ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി സ്ക്രീൻ. അപ്പൊ യു വിൽ ബി പ്രോംപ്റ്റഡ് ടു a screen which gives the consumer number. So enter your consumer number there. നമ്മളെല്ലാം ഓൺലൈനിൽ പൈസ അടയ്ക്കുന്നുണ്ട്. So we have a registered mobile number. Give the consumer number and enter. You will be getting an OTP in your registered mobile number. ഓൺലൈനിൽ പൈസ അടയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെ, in which mobile number you have registered, you will get an OTP. So enter that OTP. By the meantime, you can see one-time password and a mobile number as well as your email ID in the registered Orumanet or the system will be delivered. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സ്റ്റേജസ് വരും. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് മീൻസ് ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് യു ആർ സബ്മിറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ. ക്ലിക്ക് ദി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾക്കൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഡേറ്റാ ബേസിലുള്ള ഇൻഫർമേഷൻ എല്ലാം ഈ പോർട്ടലിലേക്ക് വരും. യു വിൽ ഹാവ് ദ കൺസ്യൂമർ നമ്പർ, നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, അഡ്രസ് ഓഫ് ദിസ്, ഇൻ വിച്ച് കാറ്റഗറി യു ആർ അണ്ടർ, വിത്ത് ആൻഡ് വിത്തൗട്ട് സബ്സിഡി സ്കീം ഉണ്ട്. Be careful that you have to select the subsidy scheme, how many kilowatt you want to have put it off. Then you will get a set of developers which is being empaneled by KSEB. ഇവരെ stringent ആയിട്ട് നമ്മൾ ചെയ്തതാണ്. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ പർട്ടിക്കുലർ ഡെവലപ്പറെ സെലക്ട് ചെയ്യുക. Then you will get two verticals showing that what is the price, what is the capacity. ഏത് വേണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. We have poly, we have monocrystalline, different scenarios are there. What is your option selected? അതിന്റെ പ്രൈസ് ഓൾസോ യു ക്യാൻ സി 133,117, 133,117. സബ്സിഡി എത്രയാണ്, അതിന്റെ സിസ്റ്റം പ്രൈസ് എത്രയാണ്, എത്ര കിലോവാട്ട് ആണ്, that information also will be there. Now ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ വിൽ ഡയറക്ട്ലി ഗോ ടു ദി ഡെവലപ്പർ. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഡെവലപ്പറിനെ സെലക്ട് ചെയ്തു. ആ ഡെവലപ്പറിന് ഇൻഫർമേഷൻ വിൽ ബി പാസ്ഡ് ഓൺ. ഇമ്മീഡിയറ്റ്ലി ഹി വിൽ മേക്ക് എ കോൾ ഫ്രം ദ ഡേറ്റാബേസ്. ആ ഇൻഫർമേഷൻ ഞാൻ ഇവിടെ കാണിച്ചിരുന്നു. ആ ഇൻഫർമേഷനിൽ നിന്ന് ഈ മൊബൈൽ ഇമെയിൽ ഐ ഡി ആസ് വെൽ ആസ് യുവർ ഫോൺ നമ്പർ ദ ഡെവലപ്പർ ക്യാൻ ഹാവ്, ബിക്കോസ് ദേ ആർ ഓൾസോ ഹാവിംഗ് ദി accessibility to this platform. നിങ്ങളെ നേരിട്ട് വിളിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ റൂഫ് ടോപ്പ് സർവേ ചെയ്യുന്നതായിരിക്കും. യു നീഡ് നോട്ട് ഹാവ് ടു പേ എനി ആപ്ലിക്കേഷൻ ഫീ അറ്റ് ദി സ്റ്റേജ്.
ഒരു പൈസ പോലും ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് ദേ വിൽ കം ഡയറക്ട്ലി ആൻഡ് വിസിറ്റ് യുവർ റൂഫ് ടോപ്പ്. ദേ വിൽ മേക്ക് എ സ്റ്റഡി, ദേ വിൽ പ്രിപ്പയർ എ പ്ലാൻ, ദേ വിൽ മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ഹൗ മെനി കിലോവാട്ട് ഈസ് ഫീസിബിൾ ഫോർ യു. ഷെയ്ഡ് ഫ്രീ ഏരിയ എത്രയുണ്ട് എന്നതിന് അനുസൃതമായിട്ടായിരിക്കും ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ. കൈൻഡ്ലി നോട്ട് ദാറ്റ് ഏകദേശം 100 സ്ക്വയർ ഫീറ്റ് ഷെയ്ഡ് ഫ്രീ ഏരിയ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് 1 കിലോവാട്ട് പ്ലാന്റ് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. 1 കിലോവാട്ട് പ്ലാന്റിൽ നിന്നും ശരാശരി കേവലം 4 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഒരു 3 കിലോവാട്ട് പ്ലാന്റ് ആണ് വെക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് 12 യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം, ഇത് മഴ ഉള്ള ദിവസവും മഴയില്ലാത്ത ദിവസവും ഒക്കെ എടുത്ത് ശരാശരിയായി കിട്ടുന്നതാണ്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന റൂഫ് ടോപ്പിനെല്ലാം ശരാശരി 12 യൂണിറ്റ് വെച്ച് 3 കിലോവാട്ടിന് കിട്ടുന്നുണ്ട്. ഞാൻ 3 കിലോവാട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് സാധാരണക്കാരൻ്റെ ഒരു കൺസംഷൻ പാറ്റേൺ നോക്കിയാൽ 10 യൂണിറ്റ് ധാരാളം അദ്ദേഹത്തിന് മതിയാകും. ഈവൻ AC ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പോലും അത് മതിയാകും എന്നതാണ് നമ്മുടെ കണക്ക്. 3 കിലോവാട്ട് വരെ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുള്ള 40% സബ്സിഡിയും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഓപ്റ്റിമിസ്റ്റിക് സെലക്ഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമലായി നമുക്ക് 3 കിലോവാട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 12 യൂണിറ്റ്സ് കപ്പാസിറ്റി, 12 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ, 40% maximum subsidy also you will be getting. ഇതിന് വേണ്ടത് 300 സ്ക്വയർ ഫീറ്റ് ഏരിയയാണ്, ഷെയ്ഡ് ഫ്രീ ഏരിയ. ഏകദേശം ഒരു മീഡിയം സൈസ് റൂമിന് 100 സ്ക്വയർ ഫീറ്റ് ഷെയ്ഡ് ഫ്രീ ഏരിയ അതിന്റെ ടോപ്പിൽ ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഒരു 3 റൂം ഷെയ്ഡ് ഫ്രീ ഏരിയ ആയിട്ടുള്ള ഒരു കൺസ്യൂമറിന് 3 കിലോവാട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിൽ കാണുന്ന പോലെ MNRE കേരള ഗവൺമെന്റിന് 200 മെഗാവാട്ട് കപ്പാസിറ്റി പ്ലാന്റ് സാങ്ഷൻ ആക്കി തന്നിട്ടുണ്ട്. ഇത്രയും ക്വാണ്ടം സബ്സിഡി ഉള്ള ഒരു കപ്പാസിറ്റിയാണ്. 175 മെഗാവാട്ട് KSEBക്കും 25 മെഗാവാട്ട് അനർട്ടിനും കേരള ഗവൺമെന്റ് ബൈഫർക്കേറ്റ് ചെയ്ത് ചെയ്യാനായി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ KSEB 100 മെഗാവാട്ട് പ്ലാന്റ് പൂർത്തിയാക്കി പബ്ലിക്കിന് സമർപ്പിക്കുകയുണ്ടായി. ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷൻ വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ പാലക്കാട് വെച്ച് നടത്തുകയുണ്ടായി. ഞങ്ങളൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും കൗതുകകരമായ ഒരു വസ്തുത, MNREയുടെ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത് 23 മാർച്ച് 2023 അതിനു മുന്നിൽ പ്ലാന്റ് കംപ്ലീറ്റ് ചെയ്ത് സബ്സിഡിക്ക് വേണ്ടി സമർപ്പിക്കേണ്ടതാണ്. സോ വി ഹാവ് ജസ്റ്റ് എ ബ്രീത്തിങ് ടൈം അഹെഡ്. കൃത്യമായി പറഞ്ഞാൽ ഒരു 1.5 മാസത്തിനുള്ളിൽ ബാക്കി രജിസ്റ്റർ ചെയ്യാനുള്ള ആൾക്കാരെ എല്ലാം രജിസ്റ്റർ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി KSEB ഒരുപാട് സ്പോട്ട് രജിസ്ട്രേഷൻ ക്യാമ്പയിൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. 776 സെക്ഷൻ ഓഫീസുകളിലും സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട്. ഒരുപാട് എക്സിബിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറേഴ്സ് മീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പേഴ്സ് മീറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ പ്രീ ബിഡ് മീറ്റിംഗ്സ് ഓൾസോ വിൽ ബി അറേഞ്ച്ഡ് ബൈ KSEB ഫ്രം ടൈം ടു ടൈം. 776 സെക്ഷൻ ഓഫീസുകളിലും AEയും അതുപോലെ സീനിയർ സൂപ്രണ്ടിനെ സോളാർ സെക്ഷൻ ഓഫീസേഴ്സ് എന്ന് നാമകരണം ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ കാണുന്നത് ഞങ്ങളുടെ കോഡ് ഓഫ് കണ്ടക്ട് ബിസിനസ് കോൾ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള കണക്ഷൻസിനെ കുറഞ്ഞു വരികയും സോളാറുമായി ബന്ധപ്പെട്ട കണക്ഷൻസ് കൂടി വരികയുമാണ്. ഒന്നും കൂടി ടെക്നിക്കലായി പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് എന്ന ആ ഹെഡിൽ നിന്നും പ്രൊസ്യൂമേഴ്സായി ഉയർത്തപ്പെടുന്നു എന്നതാണ് വാസ്തവം. പ്രൊസ്യൂമേഴ്സ് ജസ്റ്റ് മീൻസ് ദാറ്റ് എ കൺസ്യൂമർ പ്ലസ് എ പ്രൊഡ്യൂസർ. നിങ്ങളുടെ ഓരോ റൂഫ് ടോപ്പുകളും ഒരു ജനറേറ്റേഴ്സ് ആണ്, ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ്. ഇൻഫാക്ട്
ചെറുതോ വലുതോ എന്നുള്ളതല്ല, ഇറ്റ് ഈസ് എ ജനറേറ്റിംഗ് സ്റ്റേഷൻ. സോ യു ആർ പ്രൊഡ്യൂസിങ് ദി എനർജി, യു ആർ കൺസ്യൂമിങ് ദി എനർജി, അറ്റ് ദ സെയിം ടൈം യു ആർ ഡെലിവറിങ് ദി എനർജി ടു ദ ഗ്രിഡ്, ടു KSEB. അങ്ങനെ ഗ്രിഡിലേക്ക് കൊടുക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും റെഗുലേറ്ററി കമ്മീഷൻ പറയുന്ന ഒരു നിരക്ക് ഇപ്പോൾ ഈ വർഷം പറഞ്ഞിരിക്കുന്നത് ഒരു യൂണിറ്റിന് 3 രൂപ 22 പൈസ വെച്ച് നൽകണം എന്നുള്ളതാണ്. അടുത്ത വർഷം പുതിയ പെറ്റീഷൻ കൊടുക്കുമ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ആ തുക ഉയർത്തി മറ്റൊരു ഉയർന്ന തുകയിലേക്ക് പോകാം. ഇതിൽ നിങ്ങൾ കാണേണ്ടത് ഒരു സോളാർ ഇയർ നമ്മുടെ റെഗുലേഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ സോളാർ ഇയർ ഒക്ടോബറിൽ തുടങ്ങി സെപ്റ്റംബറിൽ തീരുന്ന ഒരു സ്ലോട്ടായിരുന്നു. എന്നാൽ കേവലം 2 മാസം മുമ്പ് ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാർച്ച് 31 തീരുന്ന ഒരു ഇയർ തന്നെയാണ് സോളാർ ഇയർ എന്ന് റീഡിഫൈൻ ചെയ്യുകയും മാർച്ച് 31 നിങ്ങൾ ബാങ്ക് ചെയ്യുന്ന എനർജി യൂണിറ്റ്, അതിന് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. സോ ലെറ്റ് us say we are starting from day 1, ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ ഒരു 100 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ആ മാസം നിങ്ങൾ 50 യൂണിറ്റ് വൈദ്യുതിയാണ് ഉപഭോഗമുള്ളത്. ബാക്കി 50 യൂണിറ്റ് വൈദ്യുതി സാധാരണ മീറ്റർ മാറ്റി ഞങ്ങൾ കണക്ട് ചെയ്യുന്ന നെറ്റ് മീറ്റർ വഴി ഗ്രിഡിലേക്ക് നൽകി വിർച്വലി അതൊരു ബാങ്കിങ് കൺസെപ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. ഞങ്ങളുടെ വരുമാനത്തിൽ, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇത്രയും യൂണിറ്റ് നിങ്ങൾ ഗ്രിഡിലേക്ക് തന്നു എന്ന് രേഖപ്പെടുത്തുകയും ഇറ്റ് വിൽ ബി വിർച്വലി ബാങ്ക്. ഇങ്ങനെ ബാങ്ക് ചെയ്യുന്നത് തൊട്ടടുത്ത മാസം, ഫോർ എക്സാമ്പിൾ മഴയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ബാങ്ക് ചെയ്ത 50 യൂണിറ്റ്സ് നിങ്ങൾക്ക് അതുപോലെ ക്യാരി ഓവർ ചെയ്ത് അടുത്ത മാസം ഉപയോഗിക്കാവുന്നതാണ്. ഇറ്റ് വിൽ നോട്ട് ബി ലോസ്റ്റ്. 50 യൂണിറ്റ് വീണ്ടും ഉപയോഗിച്ച് വീണ്ടും ഒരു 10-20 യൂണിറ്റോ ബാലൻസ് ഉണ്ട് എങ്കിൽ ദാറ്റ് ക്യാൻ ബി ക്യാരി ഓവർ ടു ദി നെക്സ്റ്റ് മന്ത്. ഇങ്ങനെ കോൺസിക്യൂട്ടീവായി ക്യാരി ഓവർ ചെയ്ത് മാർച്ച് 31 ആകുമ്പോൾ ഉപയോഗിച്ച് ക്യാരി ഓവർ ചെയ്ത് കഴിഞ്ഞത് ഒരു 1000-2000 യൂണിറ്റ് ഫോർ എക്സാമ്പിൾ ഉണ്ട് എങ്കിൽ ആ യൂണിറ്റിന് 3 രൂപ 22 പൈസ വെച്ച് കണക്കുകൂട്ടി നിങ്ങൾക്ക് അതിന്റെ പൈസ KSEB നൽകുന്നതാണ്. ഇപ്പോൾ ഇതിനെ കാണേണ്ടത് എത്രയാണോ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒരു സോളാർ റൂഫ്ടോപ്പ് പ്ലാന്റിന്, അതിനെ ഇപ്പോഴുള്ള യൂണിറ്റ് വെച്ച് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലാഭം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ലാഭം ഉണ്ട് എന്ന് നമുക്ക് തോന്നില്ല. ഇപ്പോൾ തന്നെ 5 ദിവസം മുമ്പ് ഇന്ധന സർചാർജ്, വൈദ്യുത സർചാർജ് ഇതെല്ലാം കൂട്ടുകയുണ്ടായി. ഇന്ന് 6 രൂപ അല്ലെങ്കിൽ 7 രൂപ എന്ന് പറയുന്ന ആ വൈദ്യുതി ചാർജ് ആയിരിക്കില്ല ഒരു 2 വർഷം കഴിഞ്ഞ്. ഇറ്റ് വിൽ കം ടു 9 rupees or 10 rupees. പക്ഷെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള റൂഫ്ടോപ്പ് പ്ലാന്റിൽ നിന്നുള്ള പ്രൊഡക്ഷൻ അത് നിങ്ങളുടെ ഉപയോഗത്തിൽ കോമ്പൻസേറ്റ് ചെയ്ത് ഒരു പൈസ പോലും കറണ്ട് ചാർജ് അടയ്ക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇപ്പോൾ പല കൺസ്യൂമേഴ്സും എത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇത് റിന്യൂവബിൾ എനർജിയും ഗ്രീൻ എനർജി സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിലേക്ക് ഉള്ളത്. ദർ ഇസ് നോ കമേഴ്സ്യൽ ഐ ഇൻ ദിസ്. അപ്പൊ ഞങ്ങൾ പ്രൊക്ലെയിം ചെയ്യുന്നത് ആ ഗ്രീൻ കൺസെപ്റ്റിലേക്ക് ലെറ്റ് us walk together, let us talk engineering in this. ഇന്നിപ്പോ എല്ലാ കൺസ്യൂമേഴ്സിനും ആക്ച്വലി വളരെ വളരെ കൗതുകത്തോടുകൂടി ഞങ്ങളടുത്ത് ചോദിക്കുന്ന പല ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ആണ് ഞങ്ങൾ ഈ പ്രസന്റേഷൻ വഴിയൊക്കെ ഞങ്ങൾ പറഞ്ഞു. എല്ലാ കളക്ടറേറ്റുകളിലും ഞങ്ങൾ പ്രസന്റേഷൻ നടത്തിയിരുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് കളക്ടർ. അവിടെ കളക്ടറേറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ LSTD ഓഫീസേഴ്സ് എല്ലാം പങ്കെടുത്തിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പ്രസന്റേഷൻ നടത്തിയിരുന്നു. എല്ലാ മേഖലകളിലും ഞങ്ങൾ പ്രസന്റേഷൻ നടത്തി ഇത് പബ്ലിക്കിന്റെ മുന്നിൽ എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നൗ 200 മെഗാവാട്ടാണ് ഞങ്ങൾക്ക് MNREയുടെ അലൊക്കേഷൻ കിട്ടിയിട്ടുള്ളത്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി ഇപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നു 365 മെഗാവാട്ട് കപ്പാസിറ്റിയുടെ രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. 200-ന് എഗെയിൻസ്റ്റ് ആയിട്ട് 365. ഇവിടെ പലയിടത്തും നമ്മൾ ഒരു സർവേക്ക് പോകുമ്പോൾ ഷെയ്ഡ് ഫ്രീ ഏരിയ ഉണ്ടാവും, സാമ്പത്തികമായി
ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും. അങ്ങനെ ഇതിന്റെ ഫീസിബിലിറ്റി കുറവായത് കാരണമാണ് ഇപ്പോഴും 200 മെഗാവാട്ട് അച്ചീവ് ചെയ്യാൻ ഒരു സമയം എടുക്കുന്നത്. 100 മെഗാവാട്ട് അച്ചീവ് ചെയ്തു. ഞങ്ങൾ അടുത്ത വർഷം കൊണ്ട് 100 മെഗാവാട്ടും കൂടെ ചേർത്ത് 200 മെഗാവാട്ട് സബ്സിഡി സോളാർ റൂഫ് ടോപ്പ് പദ്ധതിയിൽ ഉറപ്പായി അച്ചീവ് ചെയ്യും എന്നൊരു പ്ലാനിനാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. സോ ദിസ് ഗ്രാഫ് റൈറ്റ് ഫ്രം 2018 ടു ഫെബ്രുവരി 2023 നിങ്ങൾക്ക് കാണാം 2022 ഫെബ്രുവരി വരെ കോവിഡ് ടൈമും ഒക്കെ ആയിരുന്നു. അതുവരെ ഉള്ള ഒരു സോളാർ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് ഇറ്റ് വാസ് ഇൻ ദ ബോട്ടം ലൈൻ. അത് കഴിഞ്ഞ് ഇതിന് ഒരു കുതിച്ചു ചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിലെ ഫിഗറാണ്. കേരളത്തിലെ പൊതുജനങ്ങളുടെ ഒരു അക്സെപ്റ്റൻസ് ആണ്. ഇതിലേക്ക് ഇപ്പോഴും രജിസ്ട്രേഷൻസ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാണുന്നത് ഒരു സോളാർ പ്ലാന്റിന്റെ ബേസിക് ഇൻസ്റ്റലേഷൻ ഫീച്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് മുകളിൽ പാനൽസ് കാണാം. ഇതിന് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് യു ഹാവ് സോളാർ പാനൽസ്. അതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, സോളാർ മോഡ്യൂൾസ്. ഈ സോളാർ മോഡ്യൂൾസ് തന്നെ there are different types of modules available in the market. കോമൺ ആയിട്ട് ഇതുവരെ യൂസ് ചെയ്തിരുന്നത് പോളി ക്രിസ്റ്റലൈൻ പാനൽസ് ആണ്. ഇപ്പോൾ പോളി ക്രിസ്റ്റലൈൻ പാനൽ മാറി മോണോ ക്രിസ്റ്റലൈൻ പാനൽ എന്ന ഒരു ശ്രേണിയിലേക്ക് വരുന്നുണ്ട്. പലയിടത്തും ബൈഫേഷ്യൽ പാനൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. മോണോഫേഷ്യൽ പാനൽസിൽ തന്നെ ഹാഫ് കട്ട് ഉണ്ട്, ഫുൾ കട്ട് ഉണ്ട്. എന്താണ് ഇതിന്റെ വ്യത്യാസം? പോളി ക്രിസ്റ്റലൈൻ മീൻസ് ചെറിയ ചെറിയ വേഫേഴ്സുമായിട്ട് കൂട്ടിച്ചേർത്ത ഒരു സെൽ, ദാറ്റ് ഈസ് കോൾഡ് ദ പോളി ക്രിസ്റ്റലൈൻ സെൽസ്. മോണോ ക്രിസ്റ്റലൈൻ മീൻസ് ദ വേഫർ വിൽ ബി വൺ സിംഗിൾ പീസ്. ഒരു ടെക്നിക്കൽ ടോക്കിലേക്ക് പോയാൽ നിങ്ങൾക്കറിയാം, all solar panels is nothing but a reversed biased PN junction diode. P-type connected to negative and N-type connected to positive, or reverse bias ആവുമ്പോൾ there will be a particular point that an avalanche or something will be happen where the current will be more in the negative characteristics. ഈ പൊട്ടൻഷ്യൽ ലൈറ്റിന്റെ ഫോട്ടോ ഇഫക്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇവിടെ. നമുക്കിവിടെ ഇതിന്റെ മാനുഫാക്ചറിങ്ങിൽ നടക്കുന്നത് എ പി ടൈപ്പ് വേഫർ വിൽ ബി സെലക്ടഡ്. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ഇമ്പ്യൂരിറ്റീസ് വിൽ ബി ആഡഡ്, വിച്ച് വി കോൾ ഇറ്റ് ആസ് ദ പ്രോസസ് ഓഫ് ഡോപ്പിംഗ്. സെമി കണ്ടക്ടേഴ്സ് ആണ്, സിലിക്കൺ, ജെർമേനിയം. അതിൽ ഹോൾസ്, ഇലക്ട്രോൺസ് ഡോപ്പ് ചെയ്ത് PN ആക്കിയിട്ട് അതിനെ ഫോം ചെയ്ത് എടുക്കുന്ന ഒരു സെല്ലിനാണ് ആൻ ഇൻഡിപെൻഡന്റ് സെൽ എന്ന് പറയും, സോളാർ സെൽ. 72 സോളാർ സെല്ലുകൾ ഫോം ചെയ്യുന്നതാണ് ഒരു പാനൽ. ഒരു പാനലിന്റെ സ്റ്റാൻഡേർഡ് സൈസ് 2 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ആണ്, മോർ ഓർ ലെസ്. ഒരു പോളിക്രിസ്റ്റലൈൻ പാനൽ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ കൗണ്ട് 72 നമ്പേഴ്സ് ഓഫ് സെൽസ്. ഇതിന് തന്നെ ഫുൾ കട്ട് ആൻഡ് ഹാഫ് കട്ട് ഉണ്ട്. ഹാഫ് കട്ട് ജസ്റ്റ് മീൻസ് ദാറ്റ് ഒരു സെല്ലിന് നടുക്ക് മറ്റൊരു ബസ് അറേഞ്ച് ചെയ്ത് ഇറ്റ് വിൽ ബി ബൈഫർക്കേറ്റഡ് ഇൻടു 2 സോ ദാറ്റ് ദ path of electrons flow across the bus will be more. അങ്ങനെ നോക്കിയാൽ ടോട്ടൽ സെൽസ് നിങ്ങൾ കൗണ്ട് ചെയ്താൽ വിൽ ബി നോട്ട് 72 ബട്ട് 72 മൾട്ടിപ്ലൈഡ് ബൈ 2 ഈക്വൽ ടു 144. പോളിയും മോണോക്രിസ്റ്റലൈനും തമ്മിലുള്ള ഡിഫറൻസ്, ഒരു പോളിക്രിസ്റ്റലൈൻ പാനലിന് ശരാശരി 320 വാട്ട് ഒരു പാനലിന്റെ കപ്പാസിറ്റി ഔട്ട്പുട്ട് ഉള്ളപ്പോൾ മോണോക്രിസ്റ്റലൈൻ പാനൽ വിൽ ബി ഹാവിംഗ് മോർ ദാൻ ഓർ ഈക്വൽ ടു 450 വാട്ട്സ്.
monocrystalline with the half cut ആവുമ്പോൾ still the capacity will increase. 1 കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കാൻ പോളിക്രിസ്റ്റലൈൻ ആണെങ്കിൽ യു ഹാവ് ടു ഹാവ് 3 നമ്പേഴ്സ് ഓഫ് പാനൽസ്. മോണോ ആണെങ്കിൽ നിങ്ങൾക്ക് കേവലം 2 പാനൽ കൊണ്ട് 1 കിലോവാട്ട് സ്ഥാപിത ശേഷി റൂഫ് ടോപ്പിൽ സ്ഥാപിക്കാൻ പറ്റും. 2 മീറ്റർ ഗുണം 1 മീറ്റർ ഉള്ള 2 പാനൽ വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു പ്രൊഡ്യൂസ് 4 യൂണിറ്റ് പെർ ഡേ. So in short, what I would like to convey is that monoperk panels ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ലിമിറ്റഡ് സ്പേസിൽ യു ക്യാൻ ഹാവ് എ മോർ നമ്പർ ഓഫ് കപ്പാസിറ്റി. പോളിക്രിസ്റ്റലൈൻ ആണെന്നുണ്ടെങ്കിൽ യു നീഡ് ലിറ്റിൽ മോർ സ്പേസ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് there is a limitation in the quality of power or production. No. ഇത് രണ്ടും അല്ലാതെ മറ്റൊരു പാനൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇൻ ദ മാർക്കറ്റ് വിച്ച് ഈസ് കോൾഡ് ബൈഫേഷ്യൽ പാനൽസ്. ബൈഫേഷ്യൽ പാനൽസ് ജസ്റ്റ് മീൻസ് ദാറ്റ് പോളിയും മോണോയും ഒരു ഫേസിൽ മാത്രം അതിൻ്റെ പ്രൊഡക്ഷൻ കേന്ദ്രീകരിക്കുമ്പോൾ both the side of the panels are designed to have a open light irradiation. Panels normally it will be kept at a little bit height from the ground level. Ground level will be polished with reflective surfaces. ഇവിടെ വീഴുന്ന ലൈറ്റ് ഹൈറ്റിലാണ് പാനൽ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ആംഗിളിൽ വീണ് ഇതിന്റെ പരമാവധി ഇറേഡിയേഷൻ പാനലിന്റെ ബാക്കിൽ വീഴുകയും ആസ് നോർമൽ പാനലിന്റെ മുകളിൽ വീഴുന്ന ആ ഇറേഡിയേഷൻ കൊണ്ട് യു ഹാവ് ടു ഹാവ് എ പ്രൊഡക്ഷൻ ആഡ് ടുഗദർ എമൗണ്ടിങ് ടു എ കപ്പാസിറ്റി ഓഫ് 550 വാട്ട്സ്. ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ അത് പലയിടത്തും പോയി കണ്ടിരുന്നു, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഓൾ ദ സെനാരിയോസ് റിഗാർഡിംഗ് ദ പാനൽസ് ഓർ മോഡ്യൂൾസ്. ഈ പാനൽസിനും മോഡ്യൂൾസിനും 25 വർഷം വാറണ്ടി അവൈലബിൾ ആണ്. ദിസ് ഈസ് ദ പെർഫോമൻസ് വാറണ്ടി. വർഷം 25 കഴിയുമ്പോൾ 20 കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു 90% ലെസ്. Above that it will be little more less. ഇത് പിക്ചറിൽ കാണുന്ന പോലെ സ്ട്രക്ചേഴ്സ് കൊണ്ടാണ് ഉറപ്പിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് ആർ ദെയർ. സിമന്റ് ബ്ലോക്ക് വെച്ച് ചെയ്യുന്ന ബാലസ്റ്റ് ഉണ്ട് വിച്ച് യു നീഡ് നോട്ട് ഹാവ് ടു പെനട്രേറ്റ് ഇൻ ടു യുവർ റൂഫ് ടോപ്പ്. അതല്ല, ചെറിയ പെനട്രേഷൻ കൊണ്ട് ഘടിപ്പിക്കാവുന്ന സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ അക്കോർഡിംഗ് ടു ദ റൂഫ് ടോപ്പ്, അത് ഫ്ലാറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. If you have a slope roof, some other different structures are there which you have to arrange accordingly. എങ്ങനെ അറേഞ്ച് ചെയ്താലും കേരളത്തിലെ ജിയോഗ്രഫിക്കൽ നേച്ചർ അനുസരിച്ച് all the panels must be facing to the south east little so as to get maximum irradiation as far as our latitude and longitude is concerned. So next point, ഈ സോളാർ പാനലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ആസ് യു നോ വിൽ ബി ഡി സി ആയിരിക്കും. ഈ ഡി സി കറണ്ട് ഓർ ദ പ്രൊഡ്യൂസ്ഡ് വോൾട്ടേജ് വിൽ ബി ഫെഡ് ടു ആൻ ഇൻവെർട്ടർ. ഇൻവെർട്ടർ മീൻസ് ദ വെരി നെയിം ഇൻഡിക്കേറ്റ്സ് ഈ ഡി സി വോൾട്ടേജ് കംപ്ലീറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് എ സി വോൾട്ടേജ് ആയി രൂപാന്തരപ്പെടുന്നു. ഇതിനിടയ്ക്ക് മറ്റ് പല കമ്പോണൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡി സി ഡി ബി is there, a distribution box for DC. Then SPD is there, surge protective devices. Surge protective devices means it is something like a lightning, but lightning and surge protective is different. ഈ പാനലിന്റെ മേളിൽ ഞങ്ങളുടെ ബേസിക് ഡിസൈൻ അനുസരിച്ച് ഓരോ ഡെവലപ്പറും വീടിനെയും പ്ലാന്റിനെയും മറ്റ് എക്യുപ്മെന്റ്സിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ലൈറ്റ്നിങ് അറസ്റ്റർ മസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഇസ് ഡിഫറെന്റ് ഫ്രം ദ ലൈറ്റ്നിങ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. ഇവിടെ നടക്കുന്നത് DC is switched into AC.
സ്വിച്ചിങ് എപ്പോഴും നടക്കുമ്പോൾ നമുക്കറിയാം there will be always a high voltage. എവിടെയെങ്കിലും ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നുവെങ്കിൽ there will be an inrush current. Similarly, whenever there is a breaking of supply, there will be a voltage hike, a surge. ഇവിടെ സ്വിച്ചിങ് നടക്കുമ്പോൾ there will be an voltage hike. വോൾട്ടേജ് ഒരു പരിധിക്കപ്പുറം വരികയും വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ എക്യുപ്മെന്റ്സിന്റെ ഇൻസുലേഷൻ ബ്രേക്ക് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഇതില് DC സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസും ഉണ്ട്, AC സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസും ഉണ്ട്. സോറി, സോ അതുപോലെ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടിൽ യു ഹാവ് ACDB. അതുപോലെ തന്നെ AC-യുടെ സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസുകളും ഉണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു സ്റ്റാൻഡേർഡ് റൂഫാണ്. ഒരു വീടിന്റെ എസ്തെറ്റിക് വ്യൂ നഷ്ടപ്പെടാതെ തന്നെ സ്ട്രക്ചേഴ്സുമായിട്ട് ഒരു 5 കിലോവാട്ട് പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു സ്ലാൻഡഡ് റൂഫ് ആണെങ്കിൽ തന്നെയും അതിന് വേണ്ട ഡിസൈൻ നമ്മുടെ KSEBയുടെ കയ്യിലും ഡെവലപ്പേഴ്സിന്റെ കയ്യിലും അവൈലബിൾ ആണ്. ഇതൊന്ന് നോക്കിയാൽ സോളാർ ഇൻസ്റ്റലേഷൻ തുടങ്ങിയ നാൾ മുതൽ 2021 വരെ മൊത്തം ആഡ് ചെയ്തത് 304 മെഗാവാട്ടാണ്. അതില് 1.5 വർഷം കൊണ്ട് കേവലം 402 മെഗാവാട്ട് ആഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ ടോട്ടൽ മെഗാവാട്ട് കേരളത്തിൽ ആഡ് ചെയ്തത് 707 മെഗാവാട്ടാണ്. ഇപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി, ദ റണ്ണിംഗ് സ്കീം, അതിൽ ഓരോ കിലോവാട്ടിന്റെയും കപ്പാസിറ്റി, അതിന്റെ ചാർജാണ് എത്ര രൂപ വേണ്ടി വരും. 1 കിലോവാട്ട് വെക്കുന്നതിന് 54,140 രൂപയാണ്. ഫോർ 95,000. 3 kilowatt. This is the cutoff area where you will have maximum subsidy 30%, 40%. 1,33,000 രൂപ സബ്സിഡി കഴിഞ്ഞിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടതുള്ളൂ. ശരാശരി 360 രൂപ ഒരു മാസം. 2 മാസം 360 ഗുണം 2, 700+ യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരൻ വിരളമാണ്. 4 മുതൽ 10 വരെ അത്രയും ഒരു ഹൈക്ക് ഉണ്ടാവില്ല, ബിക്കോസ് 20% സബ്സിഡിയേ ഉള്ളൂ. 1.47 4, 1.90 5 കിലോവാട്ട്, 2.33 6 കിലോവാട്ട്, 2.76 7 കിലോവാട്ട്, 3.19 8 കിലോവാട്ട്, 3.61 9 കിലോവാട്ട്, 4,04,000 രൂപ ഫോർ 10 കിലോവാട്ട്. 10 കിലോവാട്ടിന് മുകളിൽ ഉദാഹരണത്തിന് 1,200 ഒരു മാസം, 2 മാസം കൂടുമ്പോൾ 2,400 രൂപയ്ക്ക് മേളിൽ ഒരു ഉപഭോഗം ഉള്ള സാധാരണ ആൾക്കാർ ഉണ്ടാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്രയാണ് ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ്? ആ പ്രോജക്ട് കോസ്റ്റിൽ എത്രയാണ് സബ്സിഡി? സബ്സിഡി കഴിച്ച് കൺസ്യൂമർ പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് ഈ സ്ലൈഡിൽ കാണിക്കുന്നത്. 2 മെഗാവാട്ടിന്റെ ടോട്ടൽ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. ഈ കോസ്റ്റിൽ അപേക്ഷാ ഫീ വരും, രജിസ്ട്രേഷൻ ഫീ വരും, ബാക്കി എല്ലാ ഫീസും ഉൾപ്പെടെയാണിത്. ഇത്രയും തുക
ഡെവലപ്പർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ the consumer need not have to pay any hidden fees in this. ഒരാൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പൈസ പോലും അടക്കേണ്ടതുമില്ല. സപ്പോസ് അവർ സർവേ കഴിഞ്ഞ് ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ഫീസിബിൾ, അപ്പോൾ ഡെവലപ്പർക്ക് സബ്സിഡി കഴിഞ്ഞുള്ള തുക, ഫോർ എക്സാമ്പിൾ 2 ആണെന്നുണ്ടെങ്കിൽ സബ്സിഡി ഈസ് 39,275. അത് കഴിഞ്ഞ് 95,000 രൂപ ഡെവലപ്പർക്ക് നൽകിയാൽ മതി. പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞ് കംപ്ലീഷൻ റിപ്പോർട്ട് ഡെവലപ്പർ അല്ലെങ്കിൽ കോൺട്രാക്ടർ ഇലക്ട്രിസിറ്റി ബോർഡിന് സമർപ്പിക്കുമ്പോൾ സബ്സിഡി തുകയായ 2 കിലോവാട്ടിന് 39,000 രൂപ ഞങ്ങൾ ഡെവലപ്പർക്ക് നൽകുന്നതാണ്. ഈ സബ്സിഡി പദ്ധതിയുടെ ബെനിഫിറ്റ് ഇവിടെയാണുള്ളത്. ഡെവലപ്പർക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് സബ്സിഡി കേന്ദ്ര ഗവൺമെന്റിന്റെ നിന്ന് വാങ്ങി 39,000 രൂപ നൽകുമ്പോൾ നിങ്ങൾ 95,000 രൂപ മാത്രം അടച്ചു കഴിഞ്ഞാൽ 4 യൂണിറ്റ് ഗുണം 2 എന്നുള്ള രീതിയിൽ 8 യൂണിറ്റ് ശരാശരി ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 2 കിലോവാട്ട് വെച്ചാൽ തന്നെയും നോർമൽ കേസിലുള്ള ഉപഭോഗം ഉള്ള 8 ഗുണം 3 240 യൂണിറ്റ് വരെ ഒരു മാസവും ബൈ മന്ത്ലി ഒരു 500 യൂണിറ്റ് വരെ ഉള്ളവർക്ക് കറണ്ട് ചാർജ് അടക്കേണ്ടി വരില്ല. കറണ്ട് ചാർജ് അടക്കേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഒരു മീറ്ററിന്റെ റെന്റ് 30 rupees വിൽ ബി ദെയർ. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ചാർജ് റെഗുലേറ്ററി കമ്മീഷൻ താരിഫ് ഓർഡറിൽ പറയുന്ന ഒരു ചെറിയൊരു തുക, മേ ബി 100 ഓർ മാക്സിമം ലെസ് ദാൻ 200 മാത്രം അടച്ചാൽ മതിയാവും. ഡിപ്പെൻസ് ഓൺ യുവർ കണക്ഷൻ ലോഡ്. ഇതില് എന്തിനാണ് ഇതൊക്കെ? ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് global warming in our eyes or in the common discussion ഇലക്ട്രിസിറ്റി സെക്ടറിലും ട്രാൻസ്പോർട്ട് സെക്ടറിലുമാണ് മെയിനായി ഇതിന്റെ ഇമ്പാക്റ്റ് വരുന്നത്. ഇലക്ട്രിസിറ്റി സെക്ടറിൽ കോൾ അല്ലെന്നുണ്ടെങ്കിൽ തെർമൽ ജനറേഷൻ ഓഫ് കോഴ്സ് ഫോസിൽ ഫ്യൂവൽ ആണ്. ഇറ്റ് വിൽ ഗിവ് കാർബൺ എമിഷൻ. അതുപോലെ നിരത്തിലുള്ള വാഹനങ്ങളുടെ ഡീസൽ അഥവാ പെട്രോൾ വാഹനങ്ങളുടെ കാർബൺ എമിഷൻ ഈസ് ഓൾസോ one among the major concern. Power generation from thermal station 523 million tons of carbon dioxide emission from the thermal power plant in India per annum. Energy demand is increasing day by day. എന്താണ് ഇതിന് ഒരു സൊല്യൂഷൻ? നമ്മൾ നേരത്തെ ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് തുടങ്ങിയത് LED ലാമ്പുകൾ തരുന്നു, എനർജി എഫിഷ്യൻസി ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഇങ്ങനെ ഉള്ള LED വിതരണം, നിലാവ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. എല്ലാ സ്ട്രീറ്റ് ലൈറ്റ്സും LED ലൈറ്റ്സ് ആക്കുന്നു. പക്ഷെ എനർജി എഫിഷ്യൻസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ട് മാത്രം നോ, യു കനോട്ട് mitigate the issues. It cannot meet the increasing demand. ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ എനർജി. RE പവർ സ്റ്റാൻഡ്സ് ഫോർ റിന്യൂവബിൾ എനർജി. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് സോളാർ പവർ, അതിൽ തന്നെ റൂഫ് ടോപ്പ് സോളാർ, ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ, അതുപോലെ വെള്ളത്തിന്റെ സർഫേസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫ്ലോട്ടിംഗ് സോളാർ. നെറ്റ് മീറ്റർ എന്ന് പറയുന്നത് ഒരു റൂഫ് ടോപ്പ് പ്ലാന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഇമ്പോർട്ട് മാത്രം രേഖപ്പെടുത്തുന്ന മീറ്റർ മാറ്റി the discoms will be installing a net meter. This net meter will record both the import as well as the export. ഇതിൽ 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇമ്പോർട്ട് വിൽ ബി നോട്ടഡ് സെപ്പറേറ്റ്ലി ആസ് വെൽ ആസ് എക്സ്പോർട്ട് വിൽ ബി നോട്ടഡ് സെപ്പറേറ്റ്ലി. ഇപ്പോൾ സ്മാർട്ട് മീറ്റേഴ്സിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്മാർട്ട് മീറ്റേഴ്സ് മീൻസ് ഇറ്റ് ഈസ് എ പ്രീപെയ്ഡ് മീറ്റേഴ്സ്. ഷൂൺ ഓർ ഷോർട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് സ്മാർട്ട് മീറ്ററിന്റെ ഇംപ്ലിമെന്റേഷനുമായി നിങ്ങൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ കൂടി പല ന്യൂസും കേൾക്കുന്നുണ്ടാവും. സോ യു ക്യാൻ പുട്ട് എ സ്ലോട്ട്, യു ക്യാൻ പുട്ട് എ കാർഡ്.
1000 രൂപയ്ക്ക് കാർഡ് വാങ്ങിയിട്ടാൽ യു ക്യാൻ യൂസ് ഇറ്റ് ടിൽ ഇറ്റ് എക്സോസ്റ്റ്. കറണ്ട് ചാർജ് അടയ്ക്കാനായി പോകേണ്ട കാര്യമില്ല. സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കൺട്രോൾ സെന്ററിലും അതുപോലെ തന്നെ മീറ്ററും തമ്മിൽ there will be a communication. All the readings can be taken directly by data from the meter to the control center. Meter reader ബൈ മന്ത്ലി അല്ലെങ്കിൽ മന്ത്ലി കൺസ്യൂമറിന്റെ പ്രിമൈസസിൽ പോയി റീഡിംഗ് എടുക്കേണ്ട കാര്യമില്ല. കറണ്ട് ചാർജ് അടച്ച് കാർഡ് എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്ററിലേക്കുള്ള സപ്ലൈ വൈദ്യുതി ഭവന്റെ കൺട്രോൾ സെന്ററിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാനായി സാധിക്കും. ഈ മീറ്ററുകൾ പ്രീപെയ്ഡ് മീറ്ററായും പോസ്റ്റ് പെയ്ഡ് മീറ്ററായും കോൺഫിഗർ ചെയ്യാവുന്നതാണ്. നെറ്റ് മീറ്ററായി ഇതിനെ കോൺഫിഗർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സാധാരണ മീറ്റർ മാറ്റി ഒരു നെറ്റ് മീറ്റർ ഇപ്പോൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രിമൈസസിൽ വെക്കുന്നത് പോലെ വെക്കേണ്ട കാര്യമില്ല. ഏകദേശം 150-ൽ പരം പാരാമീറ്റേഴ്സ് സമയബന്ധിതമായി ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് റീഡ് ചെയ്ത് ഈ ഡേറ്റ കൺട്രോൾ സെന്ററിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രാപ്തമായ മീറ്ററുകളാണ് സ്മാർട്ട് മീറ്റേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ എണ്ണം കൂടി പ്രൊസ്യൂമേഴ്സ് ആകുമ്പോൾ സോളാർ പ്ലാന്റുകൾ സിസ്റ്റത്തിൽ ഡേ ടു ഡേ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ടെക്നിക്കലി നമ്മൾക്ക് അറിയാവുന്നത് പോലെ ഹാർമോണിക്സ് ഇൻജെക്ട് ചെയ്യപ്പെടുന്നു. ഈവൻ ഹാർമോണിക്സ് വിൽ ക്യാൻസൽ ഈച്ച് അതർ, ബട്ട് ഓഡ് ഹാർമോണിക്സ് വിൽ റീറ്റെയിൻ ഇൻ ദ സിസ്റ്റം. അങ്ങനെ ഹാർമോണിക്സ് ഇൻജെക്ട് ചെയ്ത് പെട്ട് കഴിഞ്ഞാൽ ദ ക്വാളിറ്റി ഓഫ് ദ പവർ വിൽ ബി അഫക്റ്റഡ്. അതുപോലെ തന്നെ DC ഇൻപുട്ടിൽ പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടിലേക്ക് AC ആയി കൺവേർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു പരിധി വരെ DC കണ്ടന്റ് ഇതിന് അക്രോസ് ആയിട്ട് വന്ന് നമ്മളെ സിസ്റ്റത്തിലേക്ക് മിക്സ് ചെയ്യാൻ കലരാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് അഗൈൻ വിൽ ഇമ്പാക്ട് ദ ക്വാളിറ്റി ഓഫ് പവർ. അതുപോലെ തന്നെ ഫ്ലിക്കേഴ്സ് വിൽ ബി ഇംപ്ലിമെന്റഡ് വെൻ ഇൻവെർട്ടേഴ്സ് ആൻഡ് സോളാർ സിസ്റ്റംസ് ആർ യൂസ്ഡ്. ഇവിടെ DC to AC കൺവേർഷൻ നടക്കുന്നു. ഈച്ച് ആൻഡ് എവരിതിങ് വിൽ ഗിവ് എ ഫ്ലിക്കേഴ്സ്. ഇത്രയും ഹാർമോണിക്സ്, DC കണ്ടന്റ്, ഫ്ലിക്കേഴ്സ്, ഇത്രയും കാര്യങ്ങൾ സിസ്റ്റത്തിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെടുകയാണ് എങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന ആ റേഷ്യോ ദിനം പ്രതി പ്രൊസ്യൂമേഴ്സ് ആയി ഉയർത്തപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ ഗ്രിഡ് വിൽ ബി കംപ്ലീറ്റ്ലി മിക്സ്ഡ് വിത്ത് ഓൾ ദിസ് ഫാക്ടേഴ്സ്. അപ്പൊ അതിനെ സമയബന്ധിതമായി ഒന്ന് മെഷർ ചെയ്ത് അതിനൊരു മിറ്റിഗേറ്റിംഗ് ഇഫക്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ മീറ്റേഴ്സ്, നോർമൽ മീറ്റേഴ്സ് ഈസ് നോട്ട് പോസിബിൾ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സ്മാർട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കോൺഫിഗേർഡ് ആസ് എ പ്രീപെയ്ഡ് മീറ്റർ, ഇറ്റ് ക്യാൻ ബി കോൺഫിഗേർഡ് ആസ് എ പോസ്റ്റ് പെയ്ഡ് മീറ്റർ, ഇറ്റ് ക്യാൻ ബി കോൺഫിഗേർഡ് ആസ് എ നെറ്റ് മീറ്റർ ഓൾസോ. സോ ഇതില് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മെയിൻ ചലഞ്ച് ഈസ് ദ അവൈലബിലിറ്റി ഓഫ് സോഴ്സസ്. വിൻഡ് എല്ലാ റൂഫ് ടോപ്പിലും വിൻഡ് ഫാം വെക്കുക ഇസ് നോട്ട് പ്രാക്ടിക്കൽ. അത് എക്കണോമിക് റീസൺ കൊണ്ട് പ്രാക്ടിക്കൽ അല്ല. മാത്രമല്ല കേരളത്തില് പാലക്കാട് അല്ലാതെ മറ്റ് ഏരിയകളിലെല്ലാം അത്രമാത്രം വിൻഡ് കിട്ടി ഒരു പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു റൂഫ് ടോപ്പ് കാരിന് ഫീസിബിൾ ആയിട്ടുള്ള, സാമ്പത്തികമായി വയബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾക്കിവിടെ ലാൻഡ് കുറവാണ്. Once you go to Tamil Nadu or Karnataka or any other states, they have lot of land. ഇവിടെ scarcity of land ഉണ്ട്. We have density of population is high, density of buildings are high. പക്ഷെ നമുക്ക് ഇവിടെ റൂഫ് ടോപ്പ് ഉണ്ട്. സോ ആ റൂഫ് ടോപ്പില് പ്ലാന്റ് വെക്കുക എന്നുള്ളതാണ് വൺ എമംഗ് ദ പോസിബിൾ സൊല്യൂഷൻ വിച്ച് വി ഫൗണ്ട് ഔട്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ റിന്യൂവബിൾ എനർജി പവർ എന്ന് പറയുന്നത് ഫേം പവർ അല്ല. ദിസ് ഈസ് ദ മെയിൻ ചലഞ്ച്. ഇവിടെ കിട്ടുന്നത് ഇൻഫേം പവർ ആണ്. എന്താണ് ഇൻഫേം പവർ? നമുക്ക് മൂലമറ്റം സ്റ്റേഷൻ ഉണ്ട്. വി ഹാവ് ഹൈഡൽ ജനറേഷൻ. ഹൈഡൽ ജനറേഷൻ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ജനറേറ്റ് ചെയ്ത് അതിന്റെ പാരാമീറ്റേഴ്സ് ടെക്നിക്കലി കൺവേർട്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് നമുക്ക് ഫേം പവറായി യൂസ് ചെയ്യാം. ദിസ് ഇസ് എ റിലയബിൾ പവർ. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ഡേ ടൈം, ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ നൈറ്റ്, ഇറ്റ് ഈസ് അവൈലബിൾ അറ്റ് എനി ടൈം അക്കോർഡിംഗ് ടു അവർ വിൽ ആൻഡ് വിഷ്. പക്ഷേ സോളാറിനെ മാത്രം റിലേ ചെയ്തിരുന്നാൽ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഡ്യൂറിംഗ് നൈറ്റ്.
It is available during daytime. പക്ഷേ ഡേ ടൈമിൽ തന്നെ ഇഫ് ഇറ്റ് ഇസ് എ സണ്ണി ഡേ ഇറ്റ് ഈസ് ഓക്കെ ഫൈൻ. സണ്ണി ഡേ അല്ല, ഒരു മഴയുള്ള ഡേ ആണെന്നുണ്ടെങ്കിൽ യു വിൽ നോട്ട് ബി ഗെറ്റ് ദാറ്റ് മച്ച് പ്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. മോർ ഓവർ ദ വേ ഇൻ വിച്ച് ദ പ്രൊഡക്ഷൻ ഈസ് ഗോയിങ് ഓൺ വിൽ നോട്ട് ബി ഇൻ ട്യൂൺ വിത്ത് അവർ ഡേ ടു ഡേ റിക്വയർമെന്റ്. അതുകൊണ്ടാണ് ഇതിനെ ഇൻഫേം പവർ എന്ന് പറയുന്നത്. ഇതിനെ എല്ലാം മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരേ ഒരു മാർഗം RE പവർ എന്ന് പറയുന്നത് ഒരു ഫേം പവറായി മാറ്റിയെടുക്കുക. ഫേം പവറായി മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗമാണുള്ളത്, ഒരു ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വേണം. എപ്പോഴാണോ സോളാർ ഉള്ളത്, പകൽ സമയത്ത് ഒരു ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം സപ്ലിമെന്റ് ചെയ്ത് ഇത് കൺവേർട്ട് ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോറേജ് ചെയ്ത് ഈ stored energy can be used during the peak hours or whenever this power is not there. So ഒരു ഇക്വേഷൻ ഞാൻ ഫോർമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. RE പവർ പ്ലസ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അല്ലെങ്കിൽ BMS, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം, വിൽ ബി ഈക്വൽ ടു ദ RE ഫേം പവർ. RE ഫേം പവർ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിലയബിൾ ആയിട്ട് ഒരു റിലയബിൾ പവർ സോഴ്സ് ആയി ഈ സോളാറിനെയും ബാക്കി റിന്യൂവബിൾ പവറിനെയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. So this is the equation. Stored and unstored green energy is one solution. But cost is a main challenge now. ഇപ്പോൾ കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ലെഡ് ആസിഡ് ബാറ്ററി ഈസ് ഗെറ്റിംഗ് ഔട്ട്ഡേറ്റഡ്. അതിന്റെ കപ്പാസിറ്റി ആസ് വെൽ ആസ് ദ മെയിൻ്റനൻസ് ഇഷ്യൂസ് ആർ മോർ. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലിത്യം അയോൺ ബാറ്ററീസ്, ഇപ്പോൾ ഉള്ള ഈ EV ഇലക്ട്രിക് വെഹിക്കിൾസ് എല്ലാം, അതുപോലെ തന്നെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യുന്ന എല്ലാ സോളാർ അല്ലെങ്കിൽ RE പവേഴ്സ് സപ്ലിമെന്റ്സും യൂസ് ചെയ്യുന്നത് ലിത്യം അയോൺ ബാറ്ററീസ് ആണ്. ബട്ട് ലിത്യം അയോൺ ബാറ്ററീസ് ആർ കോസ്റ്റ്ലി ലിറ്റിൽ ബിറ്റ് നവേ ഡേയ്സ്. ബട്ട് ഹോപ്പ്ഫുള്ളി as time goes, maybe in 1 or 2 years, ലിത്യം അയോൺ ബാറ്ററീസിന്റെ കോസ്റ്റ് കുറഞ്ഞു വരികയും അറ്റ് ദ സെയിം ടൈം ഇതിന്റെ അവൈലബിലിറ്റി കൂടി വരികയും ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മറ്റ് പല ടെക്നോളജി, മാംഗനീസ്, ഇങ്ങനെയുള്ള ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റംസ് വരികയും ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ അതിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങി. ഇലക്ട്രിക് വെഹിക്കിൾസിൽ കേരളത്തിൽ മാത്രം 56,000 ഇലക്ട്രിക് വെഹിക്കിൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. See, such a big figure it is. ഇവിടെ ചാർജിങ് സിസ്റ്റം ഇപ്പോൾ കോമൺ ആയി അവൈലബിൾ അല്ല. ഇഫ് യു വോണ്ട് ടു ഗോ ടു എറണാകുളം, പകുതി ഒരു ലൊക്കേഷനിൽ ഇട്ടിട്ട് ഇതിനെ ചാർജ് ചെയ്യാതെ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഗോ അഹെഡ്. എല്ലാ ജില്ലകളിലും ഇറ്റ് ഈസ് ഗെറ്റിംഗ് സ്ലോലി ഇൻക്രീസ്ഡ്. ഞാൻ എൻ്റെ ഫ്യൂച്ചർ സ്ലൈഡിൽ അതിൻ്റെ ഒരു ചെറിയ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ലെറ്റ് us see there. So ഇന്ത്യൻ ട്രാൻസ്പോർട്ട് സെക്ടറിൽ 272 million tons of carbon dioxide emission is there per annum. അതിൽ 92% റോഡ് ട്രാൻസ്പോർട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ മൊബിലിറ്റിയിലേക്ക് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഹൈ ടൈം സിൻസ് ടു തിങ്ക് ഓഫ് ഇ മൊബിലിറ്റി. ഈ മൊബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ദ ഫസ്റ്റ് ആൻഡ് പ്രൈമറി തിങ് ഈസ് ദാറ്റ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഇതല്ലാതെ തന്നെ നൗ വി ഹാവ് ഹൈഡ്രജൻ ഫ്യൂൽ സെൽസ് ഓൾസോ. വാട്ടർ ഈസ് ടേക്കൺ, it will be purified. ഇത് ഇലക്ട്രോളിസിസ് നടത്തുന്നു. It will be split up into hydrogen as well as nitrogen, oxygen. Oxygen will be purified and given to the hospitals for the life saving purpose. Hydrogen extract ചെയ്തെടുത്തിട്ട് ഹൈഡ്രജന് വേണ്ടി ഉള്ള ഡിസൈൻ ചെയ്ത it is a pure renewable energy source. കൊച്ചിൻ ഷിപ്പ്യാർഡിലും ഒക്കെ വെസൽസ്, ship, they are planning to design with this hydrogen fuel. അതുപോലെ തന്നെ ഇപ്പൊ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഹൈഡ്രജൻ ഫ്യൂൽ ഉള്ള കാർ ഉണ്ട്. വൺ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ദർ. ബട്ട് വി ഹാവ് ടു മേക്ക് സർട്ടൻ മെഷേഴ്സ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഫ്രം വാട്ടർ ബൈ ഇലക്ട്രോളിസിസ്. ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ there are 3 types of hydrogen. One is gray, other one is blue, other one is green. See, ഈ ഗ്രേ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ദർ ഈസ് നോ മീനിങ്.
For electrolysis, if you are using a power which is generated from the coal, അല്ലെങ്കിൽ fossil fuel, diesel, petrol, avada meaning illa. Because you are making one form of energy which is harmful, carbon emission, and making another one is no way. Next, from the gray, let us talk about blue. Blue is a hybrid, a combination of green, a combination of solar, renewable plus fossil. Now the system is going like that. But hopefully, within a short time, within a breathing time, we will be able to replace all the gray with blue. And finally, the transition from the blue to green, we have to make it to achieve 100% carbon free. So the fast change in lithium ion battery technology I was talking about, from utility point of view, e-mobility implies increased revenue, because when you use an e-vehicle with the small capacity of the energy which you are using for charging the battery, you will be able to run kilometers and kilometers. This energy, if we are using from the grid, KSEB will also get a share. Ultimately, whatever the profit KSEB or government is getting, we are putting before regulatory commission what is our expense, what is our earnings, what is, then they will make a clarification and they will fix the tariff. ഇപ്പോൾ തന്നെ വീട്ടിൽ ഈ കാർസ് എല്ലാം ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. വി ആർ ഗിവിംഗ് ആൻ ഓപ്ഷൻ വിത്തൗട്ട് എനി അഡീഷണൽ ചാർജ്. വീട്ടിലേക്ക് ഞങ്ങൾ തരുന്ന ആ താരിഫിൽ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഞങ്ങൾ തന്നിട്ടുണ്ട്. അതും അതിന്റെ ഒരു സാക്രിഫൈസ് നിങ്ങൾ മനസ്സിലാക്കണം. സോളാർ പവർ വി ആർ ഹാവിംഗ് ഓൺലി ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഡേ ടൈം. ഈ സോളാർ പവർ എത്ര ജനറേറ്റ് ചെയ്യുന്നോ, സപ്പോസ് ഇഫ് യു ആർ നോട്ട് ഇൻ ദ ഹോം, ഇത് ഗ്രിഡിലേക്ക് നെറ്റ് മീറ്റർ വഴി ട്രാൻസ്ഫർ ചെയ്ത് രാത്രി സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റും അതിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. വി ആർ നോട്ട് അറ്റ് ഓൾ ചാർജിങ് എനി അഡീഷണൽ പ്രൈസ് ഫോർ ദാറ്റ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 15 രൂപ മുതൽ 20 രൂപ വരെ കേന്ദ്ര ഗ്രിഡിൽ നിന്നും ഓരോ യൂണിറ്റ് വൈദ്യുതി KSEB വാങ്ങിയിട്ടാണ് നിങ്ങൾക്ക് രാത്രി ഈ എനർജി അതേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ തരുന്നത്. ഈ സമയത്താണ് ഇലക്ട്രിക് വെഹിക്കിൾ നിങ്ങൾ ചാർജ് ചെയ്യുന്നതും. സോ മേക്ക് യൂസ് ഓഫ് ദാറ്റ് ആൻഡ് കൺവേർട്ട് ഓൾ ദ വെഹിക്കിൾസ് വിത്ത് എ ടൈം ബൗണ്ട് മാനർ into the e-vehicle to support the green concept. ഞങ്ങൾ 2030 കൂടി ഇപ്പൊ ഇന്ത്യയിൽ തന്നെ 5 കോടി ഈ വെഹിക്കിൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. 25% of the carbon dioxide emission will be reduced by 2040. ഓരോ ഈ വെഹിക്കിളും ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് ഒരു പവർ ഹൗസ് ആയിട്ടാണ്. Whenever solar production is there, you charge your vehicle. Now a system will be coming in such a way that once you need a power from the battery which you are using in the e-vehicle can itself be a source of power. അതാണ് ഈ വെഹിക്കിൾ ഒരു പവർ ഹൗസ് ആണ് എന്ന് പറയുന്നത്. All EV having a charge or storage energy. ഇവിടെ maximum cost is for the battery only. When it is coming down, it will come down drastically linearly. ഇങ്ങനെ ചാർജ് ചെയ്ത ഈ വെഹിക്കിൾ you can connect to the grid and finally you can earn money also. Options. So ഇവിടെ global warming, face it with RE power. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. That should be supplemented with a stored RE power, battery management system. അതുപോലെ തന്നെ e-mobility, EV കാറിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യണം. Then grid connected, grid interacted EV. ഈ ചാർജ് ചെയ്ത എനർജി if you don't want, that can be converted to the grid and earn money. നമ്മുടെ കേരള സെനാരിയോ നോക്കിക്കഴിഞ്ഞാൽ it is expected to reach 25 lakh
ബൈ 2025. 1.5 കോടി ഇലക്ട്രിക് വെഹിക്കിൾ 2030. അതിൽ 2 വീലേഴ്സ് ഏകദേശം 70% ആണ്. എനർജി ആൻഡ് പവർ റിക്വയർമെന്റ് ഒരു മില്യൺ യൂണിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 2025 വരെ കപ്പാസിറ്റി വൈസ് 970 മെഗാവാട്ടും മില്യൺ യൂണിറ്റ് 4048 മെഗാവാട്ടും ഉണ്ടാകും. 2030 കൂടി മില്യൺ യൂണിറ്റ് 2236 അതുപോലെ തന്നെ മെഗാവാട്ട് 4851 ആകും. ഇനി വിൻഡ് എനർജിയെ കുറിച്ച് ഒരു ഷോർട്ട് സെന്റൻസ്. കേരളത്തിൽ നോക്കിയാൽ ഇടുക്കി ആൻഡ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മാത്രമേ സത്യത്തിൽ ഒരു വിൻഡ് എനർജി സുലഭമായുള്ളൂ. ഈ വിൻഡ് എനർജി ഇപ്പോ ഗാർഹികമായ ഉപഭോക്താക്കൾക്ക് അപ്രാപ്യമായതുകൊണ്ട് തന്നെ we have to go for wind farms by developers. ഏതെങ്കിലും ഡെവലപ്പർ അങ്ങനെ വില്ലിംഗ് ആയി വന്നു കഴിഞ്ഞാൽ we are ready for a power purchase agreement for 25 years. ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മോഡിന് ടെക്നിക്കലി പറയുന്നത് ബൂ മോഡ് എന്നാണ്. BOO, ബിൽഡ്, ഓൺ ആൻഡ് ഓപ്പറേറ്റ്. യു ഓപ്പറേറ്റ് ഇറ്റ്, പവർ പ്രൊഡ്യൂസ് ചെയ്യുക, ഞങ്ങളുടെ ഗ്രിഡിലേക്ക് തരിക. റെഗുലേറ്ററി കമ്മീഷന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി we will make a power purchase agreement for 25 years and we will purchase the power from you. പുറത്ത് പീക്ക് ടൈമിൽ വിൻഡ് ഈസ് അവൈലബിൾ, സോളാർ ഈസ് നോട്ട് അവൈലബിൾ. അപ്പോൾ നമ്മൾ പൈസ കൂടുതൽ കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 15 മുതൽ 20 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ യൂണിറ്റ് എനർജിക്കും ഞങ്ങൾ ബൂ മോഡിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന പ്ലാന്റിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ജനറേഷന് ഞങ്ങൾ തരാൻ സന്നദ്ധരാണ്. ഇത് ഒരുപാട് ഡെവലപ്പേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഞങ്ങളിത് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരുപാട് അവാർഡുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. MNRE മറ്റ് സ്റ്റേറ്റ്സിന് മുന്നിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സോളാർ ഫീൽഡില് കുതിച്ചു കയറ്റം മാനിച്ച് ഞങ്ങളെ ആദരിക്കാനായി MNREയിൽ മറ്റ് എല്ലാ സ്റ്റേറ്റുകളുടെ മുന്നിലും ഞങ്ങളെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് അവാർഡ് നൽകിയിട്ടുള്ളതാണ്. നിരവധി അവാർഡുകൾ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ RE സെക്ടർ KSEBക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പദ്ധതികളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ എമൗണ്ട് 1,33,000 രൂപയോളം 3 കിലോവാട്ടിന് വേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പം ചരിത്രത്തിലേക്ക് പോകുന്ന ഒരു സെനാരിയോ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരു കിണർ കാണാം. അതുപോലെ കുറെ വീടുകളുടെ മേളിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ പേര് ജില്ലാ പഞ്ചായത്ത് പാലക്കാട് നെച്ചുള്ളി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. മഹാത്മാഗാന്ധിജി അദ്ദേഹം നേരിട്ട് വിസിറ്റ് ചെയ്തൊരു ഗ്രാമമാണിത്. അന്ന് കുറച്ച് കോളനികൾ, സത്യത്തിൽ അന്ന് കുടിവെള്ളം കിട്ടാതെ ഇല്ലാതിരുന്ന ഒരു കൂട്ടം ജനതയെ അദ്ദേഹം അവിടെ പോയി കാണുകയും അവിടെ നെച്ചുള്ളി ഇവിടെ എഴുതിയിട്ടുണ്ട്. കുഴൽമന്ദത്തെ നെച്ചുള്ളി ഹരിജൻ കോളനി 1933 നിർമ്മിച്ച കിണർ വളരെ പ്രസിദ്ധമാണ്. അതില് മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. നൊച്ചുള്ളി ബാലകൃഷ്ണനും മഹാത്മാഗാന്ധിയും ഹരിജനങ്ങൾക്ക് പൊതുകിണറിലെ വെള്ളം നിഷേധിക്കുന്നത് മറികടക്കാൻ അദ്ദേഹം തന്നെ കുഴിച്ച കിണറാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ എന്താണ് ഈ സോളാറുമായിട്ട് ഒരു ബന്ധം എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഈ ഗ്രാമത്തിനെ മഹാത്മാഗാന്ധി അന്ന് ദത്തെടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഈ ഗ്രാമത്തിലെ എല്ലാ വീടുകൾക്കും ഒരു 18 വീടുകൾ ഗ്രാമപഞ്ചായത്ത് അല്ലെ ജില്ലാ പഞ്ചായത്ത് വെച്ച് നൽകുകയുണ്ടായി. കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സിഡി കഴിഞ്ഞുള്ള 95,000 അല്ലെങ്കിൽ 3 കിലോവാട്ടിന് 1,33,000 രൂപയോ കയ്യിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ സബ്സിഡി കിട്ടുന്നുള്ളൂ. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക്, BPL വിഭാഗങ്ങൾക്ക് കൺസ്യൂമർ എന്ന രീതിയിൽ നിന്ന് പ്രൊസ്യൂമറായി ഉയർന്ന ഒരു തലത്തിലേക്ക് വരാൻ സാമ്പത്തിക ബാധ്യത
ഒരു വിലങ്ങ് തടിയായി നിൽക്കുന്നു എന്നത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുകയും കേവലം 25 വർഷത്തേക്ക് പാവപ്പെട്ടവർക്ക് വൈദ്യുതി ഫ്രീ ആയി നൽകുകയും അതുപോലെ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് കണക്ട് ചെയ്ത് അവർക്കൊരു വരുമാനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ഈ ഗ്രാമം മാതൃകയാക്കി അന്ന് ദത്തെടുത്ത ആ 18 ഹരിജൻ കോളനിയുടെ റൂഫ് ടോപ്പുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച് ഇത് ഞങ്ങൾ ഇതിനോടകം എനർജൈസ് ചെയ്ത് കഴിഞ്ഞു. ആ വീട്ടിലെ 25 വീടുകൾ 18 വീടുകളും അതിനനുബന്ധമായ എല്ലാ ബെനിഫിഷ്യറീസും ഉപഭോക്താക്കളും 25 വർഷത്തേക്ക് കറണ്ട് ചാർജ് അടക്കേണ്ടതില്ല. അവർക്കെല്ലാം ഒരു മാസം കേവലം 500 രൂപ വെച്ച് ഒരു വരുമാനം കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു ഗുണം. ഈ പദ്ധതി കേരളത്തിലെ മറ്റെല്ലാ പഞ്ചായത്തുകളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുകയും LSGDയുടെയും മറ്റ് ഗവൺമെന്റിന്റെയും ഫണ്ടുകൾ ഉപയോഗിച്ച് ഇതിനെ വിപുലപ്പെടുത്തുകയും ചെയ്യാനുള്ള താല്പര്യം ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ട്. ഇനി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ. നമ്മളിപ്പോൾ കാണുന്നതാണ് ഒരു ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ ഒരു ബേസിക് ഡിസൈൻ. ഇതില് ഏത് സോഴ്സ് ഓഫ് എനർജിയോ ആയാലും ഗ്രിഡിൽ നിന്ന് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സ്റ്റോർഡ് എനർജി ഇൻ ദ ബാറ്ററി. എപ്പോഴാണോ നിങ്ങൾക്ക് പീക്ക് ടൈമിലോ അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ ഇല്ലാത്തപ്പോഴോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് മൂലമറ്റവും മൂഴിയാറും മറ്റ് ജലവൈദ്യുത പദ്ധതികളെല്ലാം ഷട്ട് ഡൗൺ ആയി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഫേം പവർ എന്ന രീതിയിൽ ഇവിടെ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് റിട്രീവ് ചെയ്ത് നമ്മുടെ ഗ്രിഡ് പുനരുജ്ജീവിക്കാൻ പറ്റും. ബട്ട് ഓഫ് കോഴ്സ് അതിന്റെ ഒരു കോസ്റ്റ് ഇപ്പൊ നോക്കിയാൽ അല്പം അധികമാണ്. ഇറ്റ് വിൽ ബി ഇൻ ദ ഹൈ എൻഡ്, ബട്ട് ഇറ്റ് ഈസ് ഹൈ ടൈം ടു തിങ്ക് സിൻസ് അബൌട്ട് സച്ച് പ്രോജക്ട്സ് ടു കൺവേർട്ട് ദ RE ഇൻ ടു ദ ഫേം പവർ. അത് ഓരോന്നും ബാറ്ററി റാക്സ് ആണ്. ഈ 220 kV മൈലം സബ്സ്റ്റേഷനിൽ 10 മെഗാവാട്ട് പ്രോജക്ട് പണി തുടങ്ങി കഴിഞ്ഞു. സോ വിൽ ബി സീയിങ് ദാറ്റ്. ഇതിന്റെ ഏകദേശം 2 ഏക്കർ സ്ഥലത്ത് 10 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. സാധാരണ ഒരു സോളാർ പ്ലാന്റിൽ പറയുന്ന പോലെ 10 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ മാത്രം അതിന്റെ സ്പെസിഫിക്കേഷൻ പൂർണ്ണമാകുന്നില്ല. എത്ര മെഗാവാട്ട് അവർ കപ്പാസിറ്റി ഡിസ്ചാർജിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ ഒരു ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷൻ പൂർണ്ണമാകുകയുള്ളൂ. ഇവിടെ 10 മെഗാവാട്ട്/20 മെഗാവാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മെഗാവാട്ട് അവർ കപ്പാസിറ്റി അതിന് എത്ര മടങ്ങ് 2 ടൈംസ് ആകുമ്പോൾ 2 മണിക്കൂർ ഡിസ്ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആംപിയർ അവർ ഉള്ള ബാറ്ററി ഇൻസ്റ്റലേഷൻ ഈസ് നീഡഡ്. 10 മെഗാവാട്ട് അവർ ഇൻസ്റ്റലേഷന് 30 മെഗാവാട്ട് അവർ ഡിസ്ചാർജിങ് കപ്പാസിറ്റി ഈസ് പോസിബിൾ. അങ്ങനെ ആകുമ്പം 3 അവർ ഡിസ്ചാർജിങ് കപ്പാസിറ്റി നമുക്ക് കിട്ടും. വി വിൽ ബി ഏബിൾ ടു സപ്ലിമെന്റ് ഓർ സപ്പോർട്ട് ഫോർ 3 hours. So what is the difference? Number of battery racks will be more. കോസ്റ്റ് അതിനനുസരിച്ച് വലുതാകും എന്നുള്ളതാണ്. അതിന്റെ ബിഡ് എല്ലാം ആയി. അതിന്റെ പ്രോസസ് വർക്ക് ഫ്ലോ ഈസ് ഓൺ നൗ. നൗ PM കുസും പ്രൈം മിനിസ്റ്റർ കർഷക യോജന സ്കീമാണ്. റൂഫ് ടോപ്പിൽ നിന്ന് വ്യത്യാസമായി ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ. ഇതില് കമ്പോണന്റ് A കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് റൂഫ് ടോപ്പ് ഇല്ലാത്ത ഗ്രൗണ്ട് മൗണ്ടഡ് ആയിട്ടുള്ള ഏകദേശം 40 മെഗാവാട്ട് സോളാർ പ്ലാന്റ് ഇൻസ്റ്റലേഷൻ ഞങ്ങൾ ഓൾറെഡി ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. പല ആൾക്കാരും കോട്ട് ചെയ്തു. വർക്ക് ഹാസ് ബീൻ അവാർഡഡ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. ഇതില് 2 സ്കീമുണ്ട്. ലാൻഡ് ഉള്ള കർഷകർക്ക്
അവർക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പ്ലാന്റ് സ്ഥാപിക്കാം. വി വിൽ ബി ഗിവിംഗ് എ 3+ അല്ലെങ്കിൽ 4+ രൂപ ഒരു യൂണിറ്റ് നൽകും. അതല്ല എങ്കിൽ ലാൻഡ് ഉള്ള കർഷകർ ഇലക്ട്രിസിറ്റി ബോർഡിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് വിൽ ബി ഇൻവെസ്റ്റിംഗ് and we will be giving a proportional rate for each unit which is being delivered to the grid for 25 years. മറ്റൊന്ന് കമ്പോണന്റ് സി ആണ്. അതായത് നമ്മുടെ ഫീഡർ ലെവൽ സോളറൈസേഷൻ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഫീഡറിന്റെ കീഴിൽ എത്രയാണോ മോട്ടോഴ്സ് ഉള്ളത് അല്ലെ പമ്പ് ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയി തത്തുല്യമായ ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് MNREയുടെ സഹായത്തോടു കൂടി കാപെക്സ് മോഡലിൽ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മോഡലിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് 11 മെഗാവാട്ട് വി ആർ ഓൾറെഡി ഇൻ പൈപ്പ് ലൈൻ. അതുപോലെ മൂങ്കിൽമട പാലക്കാട് ഒരു 36 ഏക്കറിൽ റെസ്കോ മോഡലിൽ 6 മെഗാവാട്ട് സോളാർ പ്ലാന്റ് PM കുസുമിൽ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നു. അതില് സ്കീം 1 കമ്പോണന്റ് എയിൽ എന്താണ് പ്രോഗ്രസ് എന്നുള്ളതാണ്. സോ വി ആർ ദർ ഇസ് എ പ്രോഗ്രസ് ഇൻ അച്ചീവിംഗ് ദിസ്. കമ്പോണന്റ് സിയില് many plants are being installed and it is under progress. ഇനി EV ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. SNA മീൻസ് സ്റ്റേറ്റ് നോഡൽ ഏജൻസി. അത് KSEB ലിമിറ്റഡിന്റെ ഇനിഷ്യേറ്റീവ് ആണ്. EV പോളിസി ഓഫ് കേരള 2019 ഇതാണ് ഇപ്പോ റണ്ണിംഗ് സെനാരിയോ. KSEB ലിമിറ്റഡിനെ ഡെസിഗ്നേറ്റഡ് സ്റ്റേറ്റ് നോഡൽ ഏജൻസി ആയി ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന് EV വെഹിക്കിൾസിന് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. 8.2 കോടി രൂപ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് ചാർജസിനായി സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. 63 ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും 1166 പോൾ മൗണ്ടിംഗ് ചാർജിംഗ് സ്റ്റേഷനുകളും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഓൾറെഡി കമ്മീഷൻ ചെയ്തു, പബ്ലിക്കിന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസ് മീൻസ് കാറുകൾ വിത്തിൻ എ ലിമിറ്റഡ് ടൈം, ഒരു ഹാഫ് ആൻ അവർ 1 അവർ കൊണ്ട് അതിന്റെ ഫുൾ കപ്പാസിറ്റി ചാർജ് ചെയ്യുന്നതാണ് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസ്. നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദി NH വി ആർ ഹാവിംഗ് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസ്. ഓഫ് കോഴ്സ് ഇതിന്റെ നമ്പർ ലിമിറ്റഡ് ആണ്, but we are planning to increase from day to day. Pole mounted charging station means 2-വീലേഴ്സിനും 3-വീലേഴ്സിനും ഓട്ടോറിക്ഷകൾക്കും ഞങ്ങളുടെ ഇലക്ട്രിക് പോൾസിൽ തന്നെ നിങ്ങൾക്കിപ്പം ദൃശ്യമാണ് അങ്ങനെ ഉള്ള ചാർജിംഗ് സ്റ്റേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് ഏകദേശം 1166 എണ്ണം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് സ്റ്റേറ്റ് നോഡൽ ഏജൻസിയാണ്. ഇതിന്റെ ഗവൺമെന്റ് EV പോളിസി 2019. ഞങ്ങളുടെ ഒരു DC ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസ് 4 വാട്ടുള്ള ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പോൾ മൗണ്ടഡ് അത് 3 വാട്ടും 2 വാട്ടും ആണ് ഫോർ ഓട്ടോറിക്ഷ ആസ് വെൽ ആസ് ഫോർ 2-വീലേഴ്സ്. 1165 എണ്ണം ഓൾറെഡി ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ആസ് ഐ സെഡ് ബൈ നവംബർ. ഇനി ഈ മൊബിലിറ്റി ഇനിഷ്യേറ്റീവ്സ് ബൈ KSEB ലിമിറ്റഡ്. ഞങ്ങൾ ഇത്രമാത്രം ട്രാൻസാക്ഷൻസ് ഓൾറെഡി ഇലക്ട്രിക് വെഹിക്കിൾ സെനാരിയോയിൽ നടത്തി കഴിഞ്ഞു. 65 ഇലക്ട്രിക് വെഹിക്കിളുകൾ ഞങ്ങൾ വാങ്ങി ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പല ഓഫീസുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് തത്തുല്യമായ ഒരു എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. നേരത്തെ പറഞ്ഞ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസിന്റെ ഒരു സെനാരിയോ ഇതാണ്. ഇറ്റ്സ് കോൾഡ് ദ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസ്. ഇത് കാറിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. 63 ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസ് ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ സെൻട്രൽ സ്കീമിൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്കീമിൽ ഉണ്ട്. ഒരെണ്ണം ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ചെയ്ത് കഴിഞ്ഞു. 50 എണ്ണം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. 13 എണ്ണത്തിന്റെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. 62 DC ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. അതിന്റെ കേരളത്തിൽ എവിടൊക്കെയാണ് ഈ ചാർജിംഗ് സ്റ്റേഷൻസ് ഉള്ളതെന്നും അതിന്റെ കപ്പാസിറ്റി എന്ന് ഒരു പെർട്ടിക്കുലർ മാപ്പ് ഫ്രം ട്രിവാൻഡ്രം ടു കാസർഗോഡ് പ്രിപ്പയർ ചെയ്ത് ഡോട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ഓരോ സെക്ഷൻ ഓഫീസുകളിലും
ഏകദേശം 63 നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ബീങ് ഫിഗർഡ് ഔട്ട്. നിങ്ങളുടെ സ്ഥലം എവിടെയാണോ യു ക്യാൻ ജസ്റ്റ് ഹാവ് എ ലുക്ക്. ഇലക്ട്രിക് വെഹിക്കിൾ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ദിസ് ഇൻഫർമേഷൻ വിൽ ബി വെരി വാലിഡ്. ഇത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സി വേർ ആൻഡ് ഓൾ യു ആർ ഹാവിംഗ് ദാറ്റ്. ദിസ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു 63 or 65. ഓഫ് കോഴ്സ് വി ആർ പ്ലാനിങ് more ahead. More and more charging stations will be there throughout the state. പോൾ മൗണ്ടഡ് ചാർജിങ് സ്റ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലോ ചാർജിങ് സ്റ്റേഷൻ ആണ്. അത് ഓൾറെഡി ഒരു 10 21 തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. 1155 ഞങ്ങളിപ്പം 950 കമ്മീഷൻ നവംബർ 2022 കംപ്ലീറ്റ് ചെയ്തു. ആസ് ഓൺ ഡേറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1165 കംപ്ലീറ്റ് ചെയ്യുകയും എവിടെയാണ് ലൊക്കേഷൻ എന്ന് ഞങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ 1165 മീൻസ് ഇറ്റ് വിൽ ബി ലോട്ട് മോർ ദാൻ ദ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ്. ഓരോ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാനും ഞങ്ങൾ ഒരു ആപ്പ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ആപ്പ് ഹൗ ടു യൂസ് KSEB ആപ്പ്, KMAP ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. യു ഹാവ് എ QR കോഡ് വിച്ച് ഇസ് അവൈലബിൾ ഇൻ ദ ഗൂഗിൾ. ആ QR കോഡ് സ്കാൻ ചെയ്യണം ടു ആക്സസ് ദ ചാർജിങ് സ്റ്റേഷൻ. ചാർജിങ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ആസ് സ്റ്റെപ്പ് 2 ടാപ്പ് ഓൺ ഇനിഷ്യേറ്റ് ചാർജിങ് ആൻഡ് സെലക്ട് ദ ഡിസൈർഡ് ഫോമാറ്റ്. എത്ര യൂണിറ്റ് ആണ് നിങ്ങൾക്ക് എനർജി ചാർജ് ചെയ്യേണ്ടതിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി പ്രോംപ്റ്റഡ് ഫോർ എ പേയ്മെന്റ്. കംപ്ലീറ്റ് ദ പേയ്മെന്റ് ബൈ മീൻസ് ഓഫ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്. Different modes of payments are available. Once അത് ചെയ്ത് കഴിഞ്ഞാൽ you can start or stop charging by means of a particular button which is being provided. Public EV Charging Infrastructure PCI ഇതിന് KSEB നോഡൽ ഏജൻസിയാണ്. ഇത്രയും ചാർജിങ് സ്റ്റേഷൻ ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. 63 ഫാസ്റ്റ് ചാർജിങ് ആൻഡ് 1166 പോൾ മൗണ്ടഡ്. 2500 ഗവൺമെന്റ് ലൊക്കേഷനിൽ ഡെവലപ്പർ മോഡിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞു. അതിന്റെ പലതും ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. 3000 ഡെസ്റ്റിനേഷൻ ചാർജസ് നിങ്ങൾ പോകുന്ന പല മാളുകളിലും പ്രൈവറ്റുകാർക്കും അതിന്റെ പവർ അവൈലബിലിറ്റി അനുസരിച്ച് വെക്കാവുന്നതാണ്. ഈവൻ ദേ ക്യാൻ ഗെറ്റ് ഇറ്റ് ബൈ ദെയർ ഓൺ ഡെവലപ്പേഴ്സ്. ആൻഡ് ഇപ്പോൾ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞ ഒരു യൂണിറ്റിന്റെ പൈസ അവർക്ക് കമേഴ്ഷ്യലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ആകുമ്പോൾ അല്ലെങ്കിൽ കാറിന്റെ ചാർജിങ് സ്റ്റേഷൻസ് ആകുമ്പോൾ ബാറ്ററി സ്വാപ്പിംഗ് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം റോബോട്ട് എയ്ഡഡ് ബാറ്ററി സ്വാപ്പിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഈ ബാറ്ററി സ്വാപ്പിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ടൈം സേവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സപ്പോസ് യു ഹാവ് എ ബാറ്ററി എക്യുപ്ഡ് ഫ്രം ട്രിവാൻഡ്രം, അത് എറണാകുളം എത്തുമ്പോൾ അതേ മേക്കിലുള്ള ബാറ്ററി യു ക്യാൻ ഗിവ് ഇറ്റ് ടു ദം. ഒരു ഫുള്ളി ചാർജ് ആയ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് യു ക്യാൻ പ്രൊസീഡ് യുവർ ട്രാവൽ. ദാറ്റ് ഈസ് കോൾഡ് ദ സ്വാപ്പിംഗ്. പക്ഷെ അവിടെ ഈ കാറിന്റെ ബാറ്ററി, ഇഫ് യു സീ ദാറ്റ് ഈസ് ദ ഹെവിയസ്റ്റ് പാർട്ട് ഓഫ് ദ വെഹിക്കിൾ, അത് മാറ്റി പ്രോംപ്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗിവിംഗ് സർട്ടൻ ആക്സിഡന്റൽ എറേഴ്സ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ അതിനെ പഠിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു ചാർജിങ് സെനാരിയോയിലേക്ക്, സ്വാപ്പിങ്ങിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. നിങ്ങളിപ്പോൾ കാണുന്നത് പോൾ മൗണ്ടഡ് ചാർജിങ് സ്റ്റേഷൻസ് ആണ്, വിച്ച് ഇസ് മെൻ ഫോർ ഓട്ടോറിക്ഷാസ് ആൻഡ് 2-wheelers. അതിന്റെ കപ്പാസിറ്റി 2 watt ആൻഡ് 3 watt ആണ്. ഓൾറെഡി ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് വിച്ച് വി ക്യാൻ മോണിറ്റർ ഓൺലൈൻ, ഇത്രയും രൂപയ്ക്ക് ചാർജിങ് ഈസ് ബീങ് ഡൺ. So one picture from KSEB. ഇതിലിപ്പോൾ പോൾ മൗണ്ടഡ് ആയതുകൊണ്ട് only KSEB is installing. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അത് ടൈം വേണ്ട, അത് സ്പേസ് വേണ്ട. സോ ഇറ്റ് ക്യാൻ ബി ഡൺ ഫ്രം അവർ സൈഡ്. അതിൻ്റെ ഒരു ചാർജിങ് പ്രൈസ് ഒക്കെ വളരെ ചെറുത് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു 2-wheeler ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മച്ച് കമ്പാരിറ്റീവ്ലി പ്രോഫിറ്റബിൾ ദാൻ ഫോസിൽ ഫ്യൂവൽ. അതിൽ ഒരു പ്രോഫിറ്റ് മാത്രമല്ല, you will be supporting the green scenario of the state as well as nation.
അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ആ പ്രൈസ്, I am 100% sure that, 100% sure that the price of the battery will be coming down shortly. So auto rickshaw is again the slow charging station. Destination charges 10,000 we are planning. Now I am just concluding it. Now our concept is microgrid. ഏതെങ്കിലും ഒരു ഏരിയയിൽ സോളാർ പ്ലാന്റും വിൻഡും എല്ലാം കൂടി ഹൈബ്രിഡായി വെച്ച് ഒരു ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വെച്ചിട്ട് പകൽ സമയത്ത് സോളാർ ഉള്ള സമയത്ത് ബാറ്ററി എനർജി സേവ് ചെയ്ത് എപ്പോഴാണോ സോളാർ പവർ അവൈലബിൾ അല്ലാത്തപ്പം വിൻഡ് എനർജി ഉണ്ടെങ്കിൽ അത് അവിടെ യൂസ് ചെയ്യുകയും വിൻഡ് എനർജി ഇല്ലാത്തപ്പോൾ ഇത് ബാറ്ററിയിൽ സപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മൈക്രോ ഗ്രിഡ് സിസ്റ്റം ഓൾറെഡി ഒരു പാപ്പൻപാറയിൽ ഞങ്ങൾ അത് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. വി ഹാവ് മെയ്ഡ് എ സ്റ്റഡി ആൻഡ് വി ആർ പ്രൊസീഡിങ് അഹെഡ് ദിസ് മൈക്രോ ഗ്രിഡ് ഇൻസ്റ്റലേഷൻ. അതിലെ പ്രോജക്ട് പാരാമീറ്റർ സ്മാർട്ട് ഗ്രിഡ് 95 കൺസ്യൂമേഴ്സിനെ സെലക്ട് ചെയ്തൊരു പ്രോജക്റ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പ്രോജക്ട് കോസ്റ്റ് ഇസ് അബൌട്ട് 7 crore. അതിൻ്റെ AS already has issued. Power Secretary has been done. Fund allocation is in process. So ഇവിടെ I think my time, designated time is up. Yes. So hybrid inverters, the state of art technology. എന്താണ് ഹൈബ്രിഡ് ഇൻവെർട്ടർ? നമ്മുടെ സോളാർ ജനറേഷൻ ഇല്ല എങ്കിൽ, സോളാർ ജനറേഷൻ ഉണ്ട്, ഞങ്ങളുടെ ഗ്രിഡിൽ സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ, there is a facility provision called anti-islanding, which means that somebody is getting into the line for some maintenance work. അപ്പോൾ ഞങ്ങളുടെ സപ്ലൈ ഇല്ലെങ്കിൽ കൂടി ഇൻവെർട്ടർ ട്രിപ്പ് ആവേണ്ട അത്യാവശ്യമാണ്. or else the power will be injected into the grid. അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസസ് എഴുതള്ളാൻ പറ്റില്ല. സോ ഈ ഫെസിലിറ്റി will be ensured during the testing of the inverters. ഇത് മസ്റ്റാണ്. എന്നാൽ ഒരു കൺസ്യൂമർക്ക് ഗ്രിഡിൽ സപ്ലൈ ഇല്ല എങ്കിലും സൈമൾട്ടേനിയസ്ലി അദ്ദേഹത്തിന് വീട്ടിൽ സപ്ലൈ വേണം എന്നുണ്ടെങ്കിൽ he can use a special type of inverters which is called hybrid inverters. Hybrid inverters is coming with a pack of battery. എപ്പോഴാണ് സോളാർ ഉള്ളത്, വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞ് this amount of energy will be stored in the battery. അപ്പോൾ ഗ്രിഡിലേക്ക് കൊടുക്കില്ല എന്നേ ഉള്ളൂ. by the meantime, സപ്പോസ് അദ്ദേഹത്തിന്റെ കൺസംഷൻ കഴിയുകയും ബാറ്ററി ഫുള്ളി ചാർജ് ആകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ബാക്കി എമൗണ്ട് ഗ്രിഡിലേക്ക് നെറ്റ് മീറ്റർ വഴി നൽകി അത് വീണ്ടും വീല് ചെയ്യാനും അതുപോലെ തന്നെ എൻകാഷ് ചെയ്യാനും ഉള്ള ഒരു അവസരം അദ്ദേഹത്തിനുണ്ട്. ദാറ്റ് ഈസ് ഓൾവേസ് ഓപ്പൺ. നമ്മളിപ്പോ സബ്സിഡിയിലും ബാക്കി വെക്കുന്നതും ഓർഡിനറി ടൈപ്പ് ഓഫ് ഇൻവെർട്ടേഴ്സ് ആണ്. ഓർഡിനറി ടൈപ്പ് ഓഫ് ഇൻവെർട്ടേഴ്സ് വിൽ ബി ട്രിപ്ഡ് വൺസ് ദ power of KSEB is not there. But hybrid inverters will not trip. It will be go on charging the battery. ബാറ്ററിയിൽ നിന്ന് വീട്ടിലേക്ക് സപ്ലൈ എടുക്കുകയും ചെയ്യാം. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി ഇൻവെർട്ടേഴ്സ് ആൻഡ് ദ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ്. മോണോ പെർക്കിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ തന്നതാണ്. ഐ വോണ്ട് ടു ഹാവ് മോർ ബട്ട് ടൈം ലിമിറ്റേഷൻ ഇസ് ദെയർ. പോളിക്രിസ്റ്റലിനും ബൈഫേഷ്യലും ഞാൻ തന്നു കഴിഞ്ഞു. ഇനി മൈക്രോ ഇൻവെർട്ടേഴ്സ് മീൻസ് മൈക്രോ ഇൻവെർട്ടേഴ്സ് ഓരോ പാനലിനും ഓരോ നമ്മുടെ മോഡത്തിന്റെ ഷേപ്പുള്ള ചെറിയ ചെറിയ ഇൻവെർട്ടറാണ് ഇതിന്റെ അട്രാക്ഷൻ. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിന് പറയുന്ന സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് എന്നാണ്. ഓരോ ഇൻവെർട്ടേഴ്സിനും ഒരു MPPT ഉണ്ട്, മാക്സിമം പവർ ട്രാക്കിംഗ് ഫെസിലിറ്റി. ആ ഇതിൽ സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഇൻവെർട്ടേഴ്സിന് ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്ന ബിഗ് ഇൻവെർട്ടേഴ്സിനാണ് സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുക. എന്നാൽ മൈക്രോ ഇൻവെർട്ടേഴ്സ് മീൻസ് ഒരു മോഡത്തിന് ഷേപ്പ് ഉള്ള ഒരു ഇൻവെർട്ടർ ഫോർ എ പാനൽ. ഇവിടെ വയറിംഗ് സേവ് ചെയ്യാൻ പറ്റും, മറ്റ് കോംപ്ലിക്കേറ്റഡ് സെക്യൂരിറ്റി ഇല്ല. സോ ഇൻ മീൻ ടൈം ദ മൈക്രോ ഇൻവെർട്ടേഴ്സ് കോസ്റ്റ് ഓൾസോ വിൽ ബി കമ്മിങ് ഡൗൺ ബിക്കോസ് നമ്മുടെ സെമി കണ്ടക്ടിങ് ടെക്നോളജീസ് അപ്പ്. SPD is surge protective device, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ലൈറ്റ്നിങ് അറസ്റ്റർ ഓൾസോ I have explained. So this is what which the slides says. Now for interaction we can have certain question answers. Thank you so much, sir.
ഈ ഒരു സെഷൻ വളരെയധികം യൂസ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുള്ള രീതിയിൽ നിരവധി കമന്റ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമന്റ് സെക്ഷനിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സെഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത സെഷന് ശേഷം നമ്മൾ അതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും. വളരെയധികം കാലിക പ്രസക്തിയുള്ള, സമകാലിക പ്രസക്തിയുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും ആധികാരികമായ വസ്തുതകൾ മുന്നോട്ട് വെച്ച് നമ്മോട് സംസാരിച്ച നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായ നൗഷാദ് സാറിന് ഒരുപാട് നന്ദി. അടുത്തതായി നമ്മുടെ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്വദേശി സയൻസ് മൂവ്മെന്റിലെ എഞ്ചിനീയർ മനോജ് ഗോപാലപിള്ളൈ സാറിനെ സാദരം ക്ഷണിക്കുകയാണ്. അദ്ദേഹം സയൻസ് ഇന്ത്യ ഫോറം ഖത്തറിന്റെ ഫോമർ പ്രസിഡന്റ് ആണ്. വെൽക്കം സർ. Thank you. Namaste and good evening to all of you. I'm delighted to be part of this Let's Talk Engineering talk today, which focuses on the engineering challenges which are relevant in the world that we live today and bring about solutions to mitigate the challenges that we face. This is the 14th episode, and I must congratulate Civilianz for coming out with this venture of starting a webinar series, a monthly webinar series. And as a representative of Swadeshi Science Movement, I can very well say that we are proud to be associated with this venture. I would also like to felicitate all the other organizations which are part of this venture, like the Association for Engineering Professionals, Indian Society for Technical Education, Association of Engineers Kerala, the Energy Conservation Society, Institution of Electrical and Electronics Engineers, IEEE Power and Energy Society, and the Society of Energy Engineers and Managers, and the Center C Electrical Institute. Now, coming to the topic today, I must say that we as a country are in single digits as far as the solar power generation in terms of the total power generation is concerned. So I think it's about 7%, and we have a lot to go. And coming to the topic of today, which is rooftop, ground-mounted on-off grid with battery management, let me first congratulate Engineer R Suku, Director, Renewable Energy and Energy Saving, Kerala Electricity Board, for enlightening us with the current scenario with regard to climate change, the global warming and other vehicle pollution and other problems that we face today. His session was very informative, and we value his presentation. I'd also like to felicitate Engineer Noushad from the Soura project KSEB. He started off talking about let's work together and the green energy emphasis that KSEB has been doing, and I must felicitate him, congratulate him for presenting us with a scenario with regard to what has been happening for the past couple of years and enlightening us on the Banasara Dam, the floating PV installation, the type of new type of photoelectric cells, the net metering scenario, the firm power with the use of battery energy storage system, the e-mobility, the microgrid, and all the associated scenario, hybrid inverters. So let's hope that the PV adoption in India, in the state, continues to grow, and we will achieve the potential of the 650 megawatts that is projected. EV adoption is a very good thing that is happening in our state, and let's hope that more people come out to adopt EVs and hydrogen-powered vehicles. And also let's hope that new technologies evolve for storage solutions, like lithium-ion deposits are scarce and it gets depleted very soon. So I also hope that in India, raw materials for PVs like polysilica and all this manufacturing catch up very fast and drive down the cost of these kind of installation, which will ultimately lead to more and more people adopting it, and we go on our target to meet the 2040 deadline and all those things. So congratulations again to Engineer R Suku and Engineer Noushad for the wonderful and informative and enlightening presentation that they did today.
I also would like to felicitate the other distinguished people who have joined us today, like Dr. B.G. Sridevi, Dr. B. Anil, Dr. Binu Baby, Dr. K. Soman, Dr. Bobby Phillip, and all other distinguished speakers. And also like to congratulate the team behind Civilianz, all the staff at Civilianz, and also all the students of Civilianz who are joining us online today. Thank you very much and have a good evening. Thank you so much, sir. ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ പ്രതിനിധിയായി ഡോക്ടർ ബി അനിൽ സർ നമ്മോടൊപ്പം ഉണ്ട്. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ആണ് അദ്ദേഹം. അദ്ദേഹത്തെ ഫെലിസിറ്റേഷൻ അഡ്രസ്സിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. Good evening, all. As part of Indian Society for Technical Education, it gives me great pleasure to be here this evening. And I congratulate the Civilianz for organizing this program. And of course, IST has been with Civilianz for not only this webinar series, but other activities of Civilianz. Anyway, it's a great effort finding the appropriate topic, getting the resource persons, and getting the platform, and of course getting the audience as well. So they are doing a wonderful job. So on behalf of all the other organizations and on behalf of IST, I thank them for offering this work. And regarding today's topic, of course, it is very, very relevant. I congratulate Engineer Suku as well as Mr. Noushad, who made a very, very clear presentation on the solar energy statistics and also the technologies that are available and what's happening on the ground and the efforts taken by the KSEB in implementing solar projects. And of course, there are a long way to go because technologies are improving and advanced materials as well as technologies are coming into play. And photovoltaic grid itself, very thin and ultra thin materials are coming where you can make photo cells in places where it curved surfaces or your fabric itself. And also there are ways by which building materials itself can be made into photovoltaic cells, either roofs or walls and things like that. So the building itself becomes a solar cell sort of thing. And storage technologies are changing. And of course, the energy management itself is a big issue, like energy trading and things like that, because during daytime you have a lot of sunlight, but night it's not so. So trading becomes a major challenge. Of course, there are a lot of possibilities, and I hope in the days to come, Civilianz will take up such topics as well. So once again, I thank all the people who have associated with Civilianz, and I also thank the Civilianz for giving me this opportunity. Thank you. താങ്ക് യു സോ മച്ച് സർ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്തതായി ഇന്നത്തെ പ്രോഗ്രാമിൽ കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സിവിലിയൻസിന്റെ ജനറൽ മാനേജറായ രേവിത് CK സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ് ഓൾ. അങ്ങനെ നമ്മുടെ ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗ് എപ്പിസോഡ് 14 ഇവിടെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗ്, എ ജോയിന്റ് വെഞ്ചർ ഓഫ് സിവിലിയൻസ് ആൻഡ് സ്വദേശി സയൻസ് മൂവ്മെന്റ് ഇൻ അസോസിയേഷൻ വിത്ത് Association of Engineering Professionals, Indian Society for Technical Education, Association of Engineers Kerala, Energy Conservation Society, Institute of Electrical and Electronics Engineers, IEEE Power and Energy Society, Society of Energy Engineers and Managers, also with Center C Electrical. നമ്മൾ നേരത്തെയൊക്കെ സോളാർ എനർജിയെ പറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ആധികാരികതയായിട്ട് നമ്മളോട് ഇന്ന് സംസാരിച്ച നൗഷാദ് സാറിന് വലിയൊരു നന്ദി അർപ്പിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും അന്ന് കേട്ട കാര്യങ്ങൾ കുറച്ച് മാത്രമായിരുന്നു എന്നുള്ളത് ഈ ഒരു സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയേറെ കാര്യങ്ങളാണ് നൗഷാദ് സാർ നമുക്ക് പകർന്നു തന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കും ഉൾക്കൊള്ളാം,
ഈ സോളാർ എനർജിയുടെ ഭാഗമായി നമുക്കും പ്രവർത്തിക്കാം. അതോടൊപ്പം സുഖു സാർ പറഞ്ഞ പോലെ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എഫക്റ്റ് കുറച്ച് കൊണ്ടുവരാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒന്നായി തന്നെ പോരാടാം, ഒന്നായി തന്നെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് കൃതജ്ഞത പറയുകയാണ്. ആദ്യമായി എനിക്ക് കൃതജ്ഞത പറയാനുള്ളത് ഞങ്ങളുടെ സ്വന്തം ഡോക്ടർ BG ശ്രീദേവി മാഡത്തോടാണ്. മാഡം ഞങ്ങളുടെ എല്ലാ പരിപാടിയിലും സന്നദ്ധയാണ്. അതോടൊപ്പം തന്നെ സിവിലിയൻസിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറുമാണ്. അതിലുപരി ഫോർമർ ഡയറക്ടർ നാറ്റ്പാക്, അതോടൊപ്പം ഞങ്ങളുടെ അസോസിയേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസിൻ്റെ ചെയർപേഴ്സൺ കൂടെയാണ് മാഡം. അടുത്ത എനിക്ക് കൃതജ്ഞത പറയാനുള്ളത് എഞ്ചിനീയർ R സുകു സാറിനോടാണ്. ഡയറക്ടർ REES KSEB ഞങ്ങളോട് വളരെയധികം തന്നെ നല്ല പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും അതോടൊപ്പം ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്ത സാറിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ദ മാൻ ബിഹൈൻഡ് ദ പ്രോഗ്രാം എഞ്ചിനീയർ നൌഷാദ് സാർ വളരെയധികം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതോടൊപ്പം നന്ദി പറയേണ്ടത് എഞ്ചിനീയർ മനോജ് ഗോപാലൻപിള്ള സാർ, സ്വദേശി സയൻസ് മൂവ്മെന്റ് ആൻഡ് ഫോർമർ പ്രസിഡന്റ് സയൻസ് ഇന്ത്യൻ ഫോറം ഖത്തർ. അതോടൊപ്പം എഞ്ചിനീയർ ബിനു ബേബി സാർ, സ്റ്റേറ്റ് പ്രസിഡന്റ് അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള ആൻഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഡോക്ടർ B Anil, Indian Society for Technical Education Kerala, also principal from retired Government Engineering College, Barton Hill, Trivandrum. Dr. K. Soman sir, President Energy Conservation Society. Dr. Bobby Philip, Associate Professor and Head Division of Electrical Engineering, Sri Chitradanal Engineering College of Engineering, Trivandrum, and Senior Member of IEEE. Dr. E. Muhammad Sharif sir, Chairman SEAM. അതോടൊപ്പം എൻ്റെ ക്രൂ മെമ്പേഴ്സിനും ഇന്നീ പരിപാടിയിൽ സന്നദ്ധരായ എല്ലാ പ്രേക്ഷകരോടുമുള്ള അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് വിടവാങ്ങുന്നു. അടുത്ത മാസം നമുക്ക് നമ്മുടെ ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗിൻ്റെ എപ്പിസോഡ് 15 നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.